നമുക്കിന്ന് എക്കണോമിക്സിന്റെ ഒരു സെക്ഷനാണ് എടുക്കുന്നത്. എക്കണോമിക്സ് നമ്മൾ എടുത്തിട്ടില്ലാത്തൊരു സെക്ഷനാണ് ഇത് എന്ന് പറയുമ്പോൾ മാക്രോ എക്കോണമിക് പോളിസീസ് എന്നൊരു സെക്ഷൻ നമ്മുടെ എക്കണോമിക്സിന്റെ സിലബസിൽ ഉള്ളതാണ്. അപ്പോൾ അതാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി എന്ന് പറയുമ്പോഴത്തേക്കിന് LDC പോലുള്ള എക്സാംസിന് ഇത് നോക്കണ്ട. ഞാൻ പറഞ്ഞു LSTS അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ഏതാണെങ്കിലും അതിന്റെ പ്രിലിംസിനും മെയിൻസിനും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ബജറ്റ് എന്നൊരു സെക്ഷൻ. അപ്പോൾ ബജറ്റിനകത്തുനിന്ന് കറണ്ട് അഫയറിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ February 1 ഇന്ററിം ബജറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഉറപ്പായിട്ട് എന്ത് ചോദിക്കും നമുക്കറിയാം. ബജറ്റിന്റെ ഡിക്ലറേഷൻ പിന്നെ വരുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. നമുക്കറിയാം അത് ഈയിടെയായിട്ട് എപ്പോഴും എക്കണോമിക്സ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് ബജറ്റിന്റെ ക്വസ്റ്റൻ. അപ്പൊ നമുക്ക് ഇതിനു മുമ്പിട്ട് കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ ബജറ്റ് പഠിക്കുന്നതിന് മുമ്പിട്ട് ഈ പറയുന്ന മാക്രോ എക്കോണമിക് പോളിസീസ് എന്നൊരു സെക്ഷൻ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു ഈ ക്ലാസ് ഇച്ചിരി ഡീറ്റെയിൽ ആയിരിക്കും. ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ല ഡീറ്റെയിൽ ആയിരിക്കും. ഇത് SSCRTക്ക് അകത്തുള്ള പോയിന്റ്സ് ഒന്നും അല്ല പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള NCERTയുടെ എന്താണ് ഹയർ സെക്കൻഡറി ലെവൽ NCERTയുടെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്സിനകത്തുള്ള പോയിന്റ്സും അതുപോലെ തന്നെ ശ്രീറാം IASന്റെ മാക്രോ എക്കോണമിയുടെ ടെക്സ്റ്റിനകത്തുള്ള പോയിന്റ്സും തിയറീസും ആണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡീറ്റെയിൽ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ LDC പോലുള്ള എക്സാംസിനാണെങ്കിൽ ഇത് കാണണമെന്നില്ല. ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിലിംസിനും മെയിൻസിനും വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നോക്കിയോ ഈ പറയുന്ന ബജറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം നമുക്ക് മാക്രോ എക്കോണമിക് പോളിസീസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. എന്താണ് മാക്രോ എക്കോണമിക് പോളിസീസ് എന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ മാക്രോ എക്കോണമിക് പോളിസീസ് പഠിച്ചിട്ട് മാത്രമേ ബജറ്റ് എന്നൊരു സെക്ഷൻ പഠിക്കാവൂ. കാരണം എന്താണ് നമുക്ക് അല്ലാതെ പഠിച്ചാൽ അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. കാര്യം എക്കണോമിക്സ് പറയുമ്പോൾ ഒരു ഇച്ചിരി പ്രശ്നമുള്ള ടോപ്പിക് കൊണ്ടാണ്. നമുക്ക് നോക്കി നമുക്ക് ഇപ്പൊ ഏത് രാജ്യമാണെന്നുണ്ടെങ്കിലും അതിന്റെ മാക്രോ എക്കോണമിക് പോളിസീസ് പറയുമ്പോൾ 2 പോളിസിയാണുള്ളത്. ഇപ്പൊ ഏത് രാജ്യമാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്കിയോ എല്ലാവർക്കും ഉള്ള 2 പോളിസിയാണ് എന്ത്. ഒന്നാണ് ഈ പറഞ്ഞ മോണിറ്ററി പോളിസി അല്ലെ. മോണിറ്ററി പോളിസി എന്നൊരു സെക്ഷൻ ഉണ്ട്. ഒന്ന് മോണിറ്ററി പോളിസിയാണ്. രണ്ടാമത്തെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ പോളിസി. എന്താണ് മോണിറ്ററി പോളിസി ഉണ്ട്. രണ്ടാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ പോളിസി അല്ലെ. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറയും. ഈ മോണിറ്ററി പോളിസി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ വെച്ച് പഠിച്ചതാണ്. അപ്പൊ നോക്കിയോ ഞാൻ പറയാം മനസ്സിലാവുന്നത് എവിടെ നിന്നാണെന്ന്. ഈ മോണിറ്ററി പോളിസി എന്നുള്ള സംഭവം ഡിസൈൻ ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? അതാത് രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആണ്. ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. തെറ്റിക്കരുത്. അതേപോലെ ഈ ഫിസിക്കൽ പോളിസി ഡിസൈൻ ചെയ്യുന്നത് അതാത് രാജ്യത്തെ യൂണിയൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ പോളിസി ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? യൂണിയൻ ഗവൺമെന്റ് ആണ്. മോണിറ്ററി പോളിസി ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയുടെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ ഫസ്റ്റ് പോയിന്റ് അറിഞ്ഞിരിക്കുക, തെറ്റിക്കാൻ പാടില്ല. നോക്കിയോ ഇനി ഈ മോണിറ്ററി പോളിസിയിൽ ഇവർ എന്താ ചെയ്യുക നമ്മൾ പറഞ്ഞാണ്. RBIയുടെ ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ പറഞ്ഞാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ചില മാർക്കറ്റിൽ വരുന്ന മണിയുടെ സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നമ്മൾ അതിനെ തന്നെയാണ് ഈ പറഞ്ഞ മോണിറ്ററി പോളിസീസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ പഠിച്ചത്. അപ്പൊ ഓർത്തിരിക്കുക ഈ പറഞ്ഞ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോണമിക് സ്റ്റെബിലിറ്റി എന്നുള്ള സംഭവമാണ് ഈ പറഞ്ഞ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്. എങ്ങനെയാണ് എക്കോണമിക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു പോളിസിയാണ് ഇത് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഓർത്തിരിക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റിന്റെ റേറ്റ്സ് സെറ്റ് ചെയ്യുന്നതും എന്ത് തന്നെയാണ് ഈ പറഞ്ഞ മോണിറ്ററി പോളിസി വഴിയാണ്. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. RBIയുടെ മോണിറ്ററി പോളിസിയുടെ ടൂൾസ് എന്തൊക്കെയാണ് ഒന്ന് ഓർത്ത് പറയാൻ നോക്കുമെന്ന് വെക്കാൻ നമുക്കറിയാം. ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നുള്ളതെല്ലാം എന്ത് തന്നെയാണ് ഈ മോണിറ്ററി പോളിസി റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക മോണിറ്ററി പോളിസി എന്നുള്ളെങ്കിൽ എന്താണ്? അതിൻ്റെ അകത്താണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സും അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള മണിയുടെ സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും സെറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? മോണിറ്ററി പോളിസി വെച്ചിട്ടാണ് എന്ന് കറക്റ്റായിട്ട് തെറ്റിക്കരുത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ബജറ്റ് എന്നൊരു സെക്ഷൻ ഒരു കാരണവശാലും മോണിറ്ററി പോളിസിയുടെ പാർട്ടല്ല.
മനസ്സിലായോ? കാര്യം അതിനകത്ത് എന്ത് വരുന്നില്ല, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറോ റവന്യൂവിനെ കുറിച്ചോ ഒന്നും മോണിറ്ററി പോളിസിക്കകത്ത് പറയുന്നില്ല. അവിടെ എന്ത് മാത്രമേ പറയുന്നുള്ളൂ, മാർക്കറ്റിലുള്ള മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസിക്കകത്ത് വരുന്നത്. ക്ലിയർ ആണോ? തെറ്റിക്കരുത്. അത് ആരാണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്. പക്ഷെ ഓർത്തിരിക്കുക, ഇവിടെ എന്തുകൊണ്ട് ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട്. ഇത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ചെയർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. MPC എന്ന് പറയുമ്പോൾ ഒരു 6 മെമ്പേർഡ് ബോഡിയാണ് കേട്ടോ. എന്താണ്? 6 മെമ്പേർഡ് ബോഡിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതിൽ 3 പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് തന്നെ വരും, 3 പേര് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ് വരുന്നത്. ഈ കമ്മിറ്റിയാണ് എന്തോ ചെയ്യുന്നത്, ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി ആണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ അല്ലെ? ഇനിയാണ് നമ്മുടെ ബജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി. ഏതാണ്? ഫിസിക്കൽ പോളിസി. ആരാണ് ഇത് ചെയ്യുന്നത്? ഫിസിക്കൽ പോളിസി സെറ്റപ്പ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് ആണ് ഫിസിക്കൽ പോളിസി സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു അവിടെ നിന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്, എക്കോണമിക് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നത് എന്തൊക്കെ രീതിയിലാണ്? ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്തുകൊണ്ടും ഇൻട്രസ്റ്റ് റേറ്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടും അല്ലേ. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റീവ്, ഒരു ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എക്കോണമിക് ഡെവലപ്മെന്റ് എന്നൊരു സംഭവമാണ്. എന്താണ്? എക്കോണമിക് ഡെവലപ്മെന്റ് എന്നൊരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്നൊരു സംഭവം. എന്താണ്? ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്നൊരു സംഭവമുണ്ട്. ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്നൊരു സംഭവമുണ്ട്. ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സസ് ആണ്. ഞാൻ എഴുതാം, ഇവിടെ ഇങ്ങനെ എഴുതത്തേയുള്ളൂ. ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സസ് എന്നൊരു സംഭവമുണ്ട്. ഇത് എന്തിനാ എടുത്ത് വരുന്നത് അറിയോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് അതുപോലെ തന്നെ ചോദിക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിന്റെ പോയിന്റ്സ് ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ആണ് എന്ത്? ഒന്ന്, എക്കോണമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത്. എക്കോണമിക് ഗ്രോത്ത് എന്ന് തന്നെ പഠിക്കുക. എക്കോണമിക് ഗ്രോത്ത് എന്ന് പഠിക്കുക. എക്കോണമിക് ഗ്രോത്ത് എന്ന് തന്നെ പഠിക്കുക. രണ്ടാമത്തെ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സസ്. ഈ സംഭവം എന്താണ്? ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ടാക്സസ് എസ്പെഷ്യലി എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡയറക്ട് ടാക്സസ്, നമ്മൾ ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഒക്കെ എന്താണ്? ഈ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. നമ്മൾ പറയും ടാക്സിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എത്ര ഇൻകം കൂടുതലാണോ അതിന് കറസ്പോണ്ടിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് അടയ്ക്കുന്നത് അല്ലേ? അതായത് പേഴ്സണൽ ഇൻകം ടാക്സിന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക എന്ന് പറയാൻ പ്രോഗ്രസീവ് ഇൻ നേച്ചർ ആകുമ്പോൾ ക്യാഷ് കൂടിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സ് വാങ്ങിച്ചിട്ട് ഈ കിട്ടുന്ന ടാക്സ് എമൗണ്ട് ഇവർ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ സോഷ്യോ എക്കോണമിക് സ്കീംസ് ലോഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് കൂടിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ക്യാഷ് കുറഞ്ഞ അല്ലെങ്കിൽ എക്കോണമിക്കലി ബാക്ക്വേർഡ് ആൾക്കാരുടെ എന്താണ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ കാരണം അതാണ്. ത്രൂ ടാക്സസ് ആണ് ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ക്ലിയർ അല്ല? അപ്പൊ എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ആരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള എക്കോണമിക് ഗ്രോത്ത് ആണ് ഓരോ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ എന്താണ്? ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സസ്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇത് രണ്ടുമാണ് എന്ത്? ഈ പറഞ്ഞ ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? ടാക്സ് എന്ന ഒരു ടേം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ എന്താ നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്ലേഷൻ കൺട്രോളും ഇൻട്രസ്റ്റ് റേറ്റും സെറ്റ് ചെയ്തിട്ടാണ് മോണിറ്ററി പോളിസി റൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ പോളിസിക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടൂൾസ് ആണ് എന്ത്? ഒന്ന്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ടാക്സസും. ക്ലിയർ ആണല്ലോ അല്ലെ? ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ടാക്സസും വെച്ചിട്ടാണ് ഫിസിക്കൽ പോളിസി എന്നുള്ള കോൺസെപ്റ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. എന്താണ്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ടാക്സസ്. നമുക്കറിയാം ഇത് വേണം നമുക്ക് റവന്യൂ എന്ന രീതിയിൽ തന്നെ പറയാം, എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എന്ന് പറയാം. പക്ഷെ സ്പെസിഫിക് ആയിട്ട് ടാക്സ് എന്ന് തന്നെ പറയാം. ഓർത്തിരിക്കുക, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ടാക്സസും വെച്ചിട്ടാണ് എന്തോ ചെയ്യുന്നത്? ഫിസിക്കൽ പോളിസി ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്കിനിയും ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ടാക്സസ് എന്നൊരു സംഭവം ഉണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സ് ഉള്ള ഈ ടൂൾസിനെ 2 ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ ഏതാണെന്ന് അറിയണം. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, ഈ പറഞ്ഞ 2 ടൂൾസിനെയും ഇവർ 2 ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് എന്ത്
എന്താ ഓപ്പറേറ്റ് ചെയ്യുക എന്തൊക്കെയാണെന്ന് നോക്കി. നമുക്ക് അലോക്കേഷൻ ഫംഗ്ഷൻ എന്നൊരു സംഭവമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നൊരു സംഭവമുണ്ട്. എന്താണ് അലോക്കേഷൻ ഫംഗ്ഷൻ എന്നൊരു സംഭവമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നൊരു സംഭവം. ഇത് എന്താണ് സംഭവം? നമ്മൾ പറഞ്ഞു എക്സ്പെൻഡിച്ചറും ടാക്സും വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് നോക്കിയോ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സംഭവമാണ്, ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സസ് ആണ്. ഈ പറഞ്ഞ അലോക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളെ പബ്ലിക് ഗുഡ്സ്, നമ്മളിപ്പോൾ പബ്ലിക്കിന് സെൻട്രൽ ഗവൺമെന്റ് പൈസ മുടക്കി റോഡ് പണിയുക, അല്ലെങ്കിൽ റെയിൽവേ പണിയുക, അല്ലെങ്കിൽ ഒരു പുതിയ ഗവൺമെന്റ് കോംപ്ലക്സ് പണിയുക, അതെന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് ഗുഡ്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഇവർ മുടക്കുന്ന ക്യാഷ് എന്ന് പറയുമ്പോൾ അലോക്കേഷൻ ഫംഗ്ഷൻ വഴിയാണ്. ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം ടെക്സ്റ്റ് ആയിട്ട് അതുപോലുള്ളതാണ്. നിങ്ങൾ SSC ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചിട്ട് പോയാൽ LSTSന്റെ ഒന്നും എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്ന് നോക്കി. ഫിസിക്കൽ പോളിസി ആൻഡ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോ എക്കോണമിക്സിന്റെ രണ്ട് പോളിസീസ് ആണ്. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്, മോണിറ്ററി പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ക്ലിയർ അല്ലേ? ഇനി ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഒന്ന് പറയുമ്പോഴത്തേന് എക്കോണമിക് ഗ്രോത്ത് എന്നുള്ളതാണ് അതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, അത് ഒന്നാമത്തെയാണ്. രണ്ടാമത്തെ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ എന്നൊരു സംഭവമാണ്, ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ ത്രൂ ടാക്സസ് എന്നുള്ളത് ഇതിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആണ്. ഈ പറഞ്ഞ മോണിറ്ററി പോളിസിയുടെ കേസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്കോണമിക് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്. അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ കൺട്രോളും ഇൻട്രസ്റ്റ് റേറ്റ്സുമാണ് ഇവർ യൂസ് ചെയ്യുന്ന സംഭവം. അതിന് ടൂൾസ് സെപ്പറേറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതാണ് ഈ പറഞ്ഞ റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ് ഒക്കെ വരുന്നത്. ഇനിയും അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ടാക്സസും. അല്ലെങ്കിൽ പറയാം, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് റവന്യൂവും വെച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് ഫിസിക്കൽ പോളിസി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ടാക്സ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന രണ്ട് വഴിയാണ്. എന്തൊക്കെയാണ്? അലോക്കേഷൻ വഴിയും ഡിസ്ട്രിബ്യൂഷൻ വഴിയും. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലാകും, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് ഇച്ചിരി പോകുമ്പം എന്താണ് സംഭവം എന്ന് മനസ്സിലാകും ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഓർത്തിരിക്കുക, അലോക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഗവൺമെന്റ് പൈസ എടുത്തിട്ട് അത് ചെലവാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? ഒരു പബ്ലിക് സെക്ടറിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്നുള്ള സംഭവം, ത്രൂ അലോക്കേഷൻ എന്നുള്ള സംഭവം. ഇനി എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ പറയുന്നത്? ത്രൂ ടാക്സസ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ. എന്ന് വെച്ചാൽ എന്താണ്? ആർക്കാണ് ഇൻകം കൂടുതൽ അവർ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ടാക്സ് അടയ്ക്കണം, നമുക്കറിയാമല്ലോ അത്. അപ്പൊ അത് കറസ്പോണ്ടിങ് എന്താണ്? അപ്പൊ കൂടുതൽ ക്യാഷ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് എടുത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ലോഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ പോളിസിക്കകത്ത് ഈ എക്സ്പെൻഡിച്ചറും ടാക്സസിന്റെയും ടൈപ്സ് പഠിക്കണം. ഈ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ബജറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ ആണെങ്കിലും അതിനകത്തും എന്തുണ്ട്? ബജറ്റിന് രണ്ട് അക്കൗണ്ട്സ് വരും. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു സംഭവം ഉണ്ട്, ദെൻ വി ഹാവ് റവന്യൂ അക്കൗണ്ട്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന സംഭവം. അപ്പൊ ഇത് പറഞ്ഞിട്ട് നമ്മൾ ബജറ്റ് പറയുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ അല്ലേ? നോക്കി, നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഫിസിക്കൽ പോളിസിയുടെ ടൂൾസ് ആണല്ലോ. അത് നോക്കിയിരിക്കുക, ഫിസിക്കൽ പോളിസിയുടെ ടൂൾസിന് അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ എത്രയാണ് ഇവർ മുടക്കുന്ന പൈസ അല്ലെ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ എന്നൊരു സെക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് റവന്യൂ, നമ്മൾ ഈ പറഞ്ഞ ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഈ പറഞ്ഞ റവന്യൂവിനകത്ത് വരുന്നതാണ്. അവിടെ റവന്യൂ എഴുതുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഇതാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടൂൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ടാക്സ് എന്ന് പറയാൻ കാര്യം ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റവന്യൂ ടാക്സ് ആണ്. അപ്പൊ ഈ ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ എന്താ ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് ടാക്സ് ഒരു സെക്ഷൻ വരും, അതാണ് പറഞ്ഞത്. അപ്പൊ നോക്കി, ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ അറിഞ്ഞിരിക്കുക. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ആണെന്ത്? ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊരു സംഭവം ഉണ്ട്. രണ്ടാമത്തെ എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊരു സംഭവം ഉണ്ട്. എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊരു സംഭവം ഉണ്ട്, നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്തോ വരുന്നുണ്ട്, ഓർത്തിരിക്കുക. ഇവിടെ എങ്ങനെ ഡിവിഷൻ വരും? ഇവിടെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്നൊരു സംഭവം ഉണ്ട്. ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്, നമുക്ക് എന്തുണ്ട്? റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്, റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക.
അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറോ റവന്യൂയോ ആണ് നമ്മൾ ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കി ഇനി ഞാൻ പറയുന്ന കറക്റ്റ് ആയിട്ട് കേൾക്കുക. ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ എന്നുള്ള വാക്ക് കേട്ടാൽ, ഇതിപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലും ക്യാപിറ്റൽ റവന്യൂ ആണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അസറ്റിന്റെ ഒന്നില് അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി, അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും ഒന്നിൽ അസറ്റ് ക്രിയേറ്റ് ആകാം അല്ലെങ്കിൽ അസറ്റിന്റെ എമൗണ്ട് കുറയാം, ഒന്നുകിൽ ലയബിലിറ്റി കൂടാം അല്ലെങ്കിൽ ലയബിലിറ്റി കുറയാം. ഈ അസറ്റും ലയബിലിറ്റിയും വരുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ടൂളിനകത്ത് മാത്രമാണ് എന്ത് വരുന്നത് ഒന്നുകിൽ ഒരു അസറ്റ് ക്രിയേറ്റ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ക്യാഷ് മുടക്കുകയാണ്. അവിടെ എന്താണ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ അസറ്റിന്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിനകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അതല്ല ഇപ്പൊ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു നമുക്കറിയാം എന്താ ഗവൺമെന്റിന്റെ കയ്യിരുന്ന ഒരു ഗവൺമെന്റ് എന്റർപ്രൈസ് അതൊരു പ്രൈവറ്റ് സെക്ടറിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഗവൺമെന്റ് വിറ്റ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ഗവൺമെന്റിന്റെ കയ്യിരുന്ന അസറ്റ് കുറഞ്ഞു പോവാണ് അല്ലെ. വെച്ചാൽ ആ ഇരുന്നിരുന്ന ആ ഒരു പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ഒരു എന്റർപ്രൈസ് അത് അവരുടെ അസറ്റ് ആയിരുന്നു, അത് കുറഞ്ഞു പോവുകയാണ് അല്ലെ. അപ്പൊ അസറ്റിന്റെ ലോസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്യാപിറ്റലിനകത്ത് തന്നെ വരുന്നതാണ്. ഇനി എന്താണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് ബാങ്ക് എടുക്കുന്ന ലോൺസ് അതെന്ന് പറയുമ്പോൾ ഒരു ലയബിലിറ്റി ആണ്. ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം ലയബിലിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ലയബിലിറ്റി പറയുമ്പോൾ ഒന്നിൽ നമ്മൾ ആ പൈസ അവിടെ നിന്ന് എടുക്കുന്നു, അതല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ ലയബിലിറ്റി കുറയ്ക്കുക എന്ന് പറയാൻ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പലയിടത്ത് എടുക്കുന്ന ലോൺസ് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അതെന്താണ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ഈ പറഞ്ഞ അസറ്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ക്രിയേഷൻ ആണെങ്കിലും അതിന്റെ റിഡക്ഷൻ ആണെങ്കിലും അതുപോലെ ലയബിലിറ്റിയുടെ ഫോർമേഷൻ ആണെങ്കിലും ലയബിലിറ്റി റിഡക്ഷൻ ആണെങ്കിലും അത് ക്യാപിറ്റൽ എന്നൊരു സെക്ഷനകത്ത് മാത്രം വരുന്നതാണ്, തെറ്റിക്കാൻ പാടില്ല. റവന്യൂവിനകത്ത് ഒരു കാരണവശാലും അസറ്റ് എന്നൊരു സെക്ഷൻ വരത്തേയില്ല. അപ്പൊ നിങ്ങളോട് എങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിഞ്ഞിരിക്കുക, അസറ്റ് എന്നുള്ള ഒരു സംഭവം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ റവന്യൂ എന്നൊരു ഓപ്ഷൻ നോക്കുകയേ വേണ്ട. കാര്യം റവന്യൂ അതിപ്പോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലും റവന്യൂ റെസിപ്റ്റ്സ് ആണെങ്കിലും എന്താണ് ഈ പറഞ്ഞിട്ടുള്ള അസറ്റിന്റെ ക്രിയേഷൻ എന്നൊരു സംഭവം അല്ലെങ്കിൽ അസറ്റിന്റെ റിഡക്ഷൻ എന്നൊരു സംഭവം വരത്തേയില്ല. നോക്കി അത് തെറ്റിക്കരുത്. ഈ പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് പറയാം, നോക്കി നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പെൻഡിച്ചറിന്റെ കേസാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് കൊണ്ടുപോയി എന്തെങ്കിലും സാധനം ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്ന മണി വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്താണ്. എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് എടുത്ത് അവരൊരു സംഭവം ക്രിയേറ്റ് ചെയ്താൽ അത് എവിടെ വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ റോഡ് പണിയാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പണിയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുതിയ അസറ്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. അസറ്റിന്റെ ക്രിയേഷൻ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത്, തെറ്റിക്കാൻ പാടില്ല. അസറ്റിന്റെ ക്രിയേഷൻ വരുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്താണ്. ഇതിന്റെ കൂടെ തന്നെ എന്ത് വരുന്നറിയോ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അപ്പൊ ക്രിയേഷൻ പറയുമ്പോൾ ഒരു സാധനം കൂടുതലല്ലേ. അപ്പൊ അടുത്ത വരുന്നത് ലയബിലിറ്റിയുടെ റിഡക്ഷൻ ആണ് കേട്ടോ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് തെറ്റിക്കാൻ പാടില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ ക്രിയേഷനും ലയബിലിറ്റിയുടെ റിഡക്ഷനുമാണ്. ഞാൻ പറഞ്ഞു എന്താ സംഭവം, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അവിടെ എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അസറ്റ് ക്രിയേറ്റ് ആകുന്നുണ്ട്, അതുകൊണ്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. ഇനി ഈ പറഞ്ഞ ലയബിലിറ്റിയുടെ റിഡക്ഷൻ എന്ന സംഭവം എന്താണ്, നമ്മൾ ഈ പറഞ്ഞ വേൾഡ് ബാങ്കിന് എടുത്ത ലോൺ, വേൾഡ് ബാങ്കിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്താൽ നമുക്കറിയാം നമ്മൾ എടുക്കുന്ന ഏത് ലോണും ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആണ്. ഡെപ്റ്റ് വന്നാൽ അത് ലയബിലിറ്റി ആണ്. അപ്പൊ ഓർത്തിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേ, പ്രിൻസിപ്പൽ എമൗണ്ട് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് റീപേ ചെയ്താൽ അത് നമുക്ക് ലയബിലിറ്റി കുറയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് കൊടുക്കുന്ന ഒരു ലോൺ ക്ലോസ് ആയി. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. ഞാൻ എടുത്തു പറയാൻ കാര്യം ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലോണിന്റെ ഇൻട്രസ്റ്റിന്റെ റീപേ എന്നൊരു സംഭവം ഉണ്ട്, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്.
തെറ്റിക്കാൻ പാടില്ല. ഒരു ലോൺ എടുത്തിട്ട്, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു ലോൺ എടുത്തിട്ട് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്താൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം എന്താണ്, അവിടെ ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ലോൺ എടുത്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് മാത്രം അടച്ചു പോകുമ്പോൾ അതെന്താണ്, അത് ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്താണ് വരുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള സംഭവം. ഓർത്തിരിക്കുക, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറയുമ്പോൾ എന്താണ്, ഒരു ലോങ് ടേമിൽ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ലോങ് ടേമിലേക്ക് എന്താണ് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മെഷീനറീസ് ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും റോഡ് ആണെങ്കിലും ഇതെല്ലാം പബ്ലിക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് എല്ലാം വന്നിരിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിലാണ്. തെറ്റിക്കരുത് കേട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ പറഞ്ഞു റവന്യൂ എന്നൊരു വാക്ക് കേട്ടല്ലോ ഓർത്തിരിക്കുക, അവിടെ അസറ്റിന്റെ ക്രിയേഷനേ ഇല്ല. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലും റവന്യൂ റെസിപ്റ്റ് ആണെങ്കിലും അവിടെ അസറ്റിന്റെ ക്രിയേഷൻ ഇല്ല. അസറ്റ് എന്നുള്ള സംഭവം ക്യാപിറ്റലുമായിട്ട് അസോസിയേറ്റഡ് ആയ ഒരു സംഭവമാണ്. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാൻ പോകുന്ന ഒരു സംഭവം ഞാൻ ആ ഒരു സമയത്ത് പറയാം എന്തുകൊണ്ട് അതല്ല എന്നുള്ളത്, ഇപ്പൊ പറയുന്നില്ല. നോക്കിയപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഈ എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുക അല്ലേ, ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് ഈ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ലോൺസിന്റെ ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ ഒക്കാത്ത സംഭവം. ഡേ ടു ഡേ ലൈഫില് സെൻട്രൽ ഗവൺമെന്റിനെ സ്പെൻഡ് ചെയ്യപ്പെടേണ്ട, സെൻട്രൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് ആണ് ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നത്. എന്നുവെച്ചാൽ അവിടെ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. കാര്യം ഈ പറഞ്ഞിട്ടുള്ള പോലെ സാലറിയുടെ പേയ്മെന്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സ്കീംസിന്റെ പേയ്മെന്റ്. കാര്യം സ്കീംസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാതെ സെൻട്രൽ ഗവൺമെന്റ് റൺ ചെയ്യത്തില്ല. കാര്യം ഇവിടെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ, ക്യാഷ് കൂടുതലുള്ളതല്ല. അപ്പൊ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റ് സ്കീം ലോഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തോ പറ്റും, ഈ പറഞ്ഞിട്ടുള്ള കറന്റ് റണ്ണിങ് ആയിട്ടുള്ള ഗവൺമെന്റിന് അത് അടുത്ത ഇലക്ഷനിൽ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഇവർ സ്കീംസ് റൺ ചെയ്യാതിരിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ലൈഫിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ. ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ക്യാഷിന്റെ അല്ലെങ്കിൽ ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്നത് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇൻട്രസ്റ്റ് ആണ് റീപേ ചെയ്യുന്നത് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ ഈ പറഞ്ഞ സാലറി കൊടുക്കുക അതൊക്കെ ഇവിടെ വരുന്നതാണ്. അത് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കരുത് കേട്ടോ. നോക്കിയും ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ വരുമാനം അല്ലെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്, റവന്യൂ. ഞാൻ പറഞ്ഞ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ്സ്. അപ്പൊ ഓർത്തിരിക്കുക. ഇനി ഞാൻ ഇവിടെ എഴുതാം, ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താ ചെയ്യുന്നത്, അവിടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാണ്, ലയബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇവർ എന്ത് ചെയ്യാണ്, അസറ്റിന്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യുകയാണ്, ലയബിലിറ്റി ഇവിടെ എന്ത് ചെയ്യും, ലയബിലിറ്റി ഇവിടെ കൂടും. അപ്പൊ ഇങ്ങനെ പറ്റുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സാമ്പിൾ നോക്കിയാൽ കറക്റ്റ് കിട്ടും. അപ്പൊ നോക്കി, അസറ്റിന്റെ എമൗണ്ട് റെഡ്യൂസ് ഞാൻ പറഞ്ഞായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിട്ടുള്ള കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കുത്തകയാണ്. കോൾ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കൈ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് കൈ ഇരുന്ന കോൾ എടുത്തിട്ട് ഇവരൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇരുന്ന അസറ്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് റെഡ്യൂസ് ആകുകയാണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അസറ്റിന്റെ റിഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അപ്പൊ അസറ്റിന്റെ റിഡക്ഷൻ സംഭവിക്കുന്നത് എവിടെയാണ്, ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ കേസിലാണ്. ഇനി ലയബിലിറ്റീസ് നോക്കി, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സകലമാന ലോണും നമ്മൾ അപ്പുറത്ത് പറഞ്ഞ ലോണിന്റെ റീപേയ്മെന്റിന്റെ കാര്യമാണ് അല്ലെ. ഇവർ എവിടെ നിന്നൊക്കെ ലോൺ എടുത്താലും ഈ പറഞ്ഞ വേൾഡ് ബാങ്കിൽ നിന്നാണെങ്കിലും IMF നിന്നാണെങ്കിലും അല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇവർ ലോൺ വാങ്ങിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് വ്യക്തികളുടെ കയ്യിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസിലൊക്കെ ഭയങ്കര ക്യാഷ് ഉള്ള കമ്പനീസിന്റെ കയ്യിൽ നിന്നൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ലോൺ വാങ്ങിക്കാം. അപ്പൊ ഇതെല്ലാം ഒരു ലയബിലിറ്റിയാണ്. എടുക്കുന്ന ലോൺ എല്ലാം വരുന്നത് എവിടെയാണ്, ക്യാപിറ്റൽ റെസിപ്റ്റിനകത്താണ്. തെറ്റിക്കരുത്, ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ ലോണും വരുന്നത് എവിടെയാണ്, ക്യാപിറ്റൽ റെസിപ്റ്റിനകത്താണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ എന്താ ചെയ്യുന്നത്, അവർ അസറ്റ് റെഡ്യൂസ് ചെയ്യുകയും ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവമാണ് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ്. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒരു സംഭവം എന്താണ്, ഇത് തന്നെയാണ് ഈ പറഞ്ഞ സംഭവം തന്നെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്.
എന്നുവെച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ എയർ ഇന്ത്യ നമ്മുടെ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ, എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇന്ത്യയുടെ അസറ്റ് ആയിരുന്നു അല്ലേ. അപ്പൊ എയർ ഇന്ത്യയെ കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ക്യാഷ് കിട്ടും. അപ്പൊ അസറ്റ് അവിടെ കുറഞ്ഞു നോത്തിരിക്കുക. അപ്പൊ അവിടെ എന്താ, ആ അസറ്റ് വിറ്റത് കാരണം നമുക്ക് കിട്ടുന്നത് ക്യാഷ് ആണ്. അതുകൊണ്ടാണ് ഇത് എവിടെ വരുന്നത്, ക്യാപിറ്റൽ ഇൻകത്തിനകത്ത് വരുന്നത്. ചിന്തിച്ച് തെറ്റിക്കരുത്. നമ്മൾ ഈ പറയുന്നത് എവിടെയാണ്, റവന്യൂവിന്റെ സെക്ഷൻ ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇടുന്ന ഇൻകത്തിന്റെ കേസാണ് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ അത് ഒരു അസറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്നത് ക്യാഷ് തന്നെയാണ്. അപ്പൊ അത് ഗവൺമെന്റിന് തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്താണ് അവിടെ അസറ്റിന്റെ റിഡക്ഷൻ സംഭവിക്കുന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ ലോൺസും എന്ത് തന്നെയാണ്, അത് ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻകത്തിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസ് സേവിങ് എന്താണ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടല്ലോ, PF, നമുക്കറിയാം പ്രൊവിഡന്റ് ഫണ്ട് നമ്മുടെ സാലറിയുടെ കൂടെ വരേണ്ടതാണ്. പക്ഷേ പ്രൊവിഡന്റ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് ആരല്ല, കമ്പനീസ് ഒന്നുമല്ല. പ്രൊവിഡന്റ് ഫണ്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് കഴിക്കുന്ന സംഭവമാണ് നമ്മുടെ സാലറിയുടെ എമൗണ്ട്. അപ്പോൾ ഈ പ്രൊവിഡന്റ് ഫണ്ട്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്, ഇതൊക്കെ എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരുന്നതാണെന്ന് നോക്കിയിട്ട് തെറ്റിക്കരുത്. നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ റെസിപ്റ്റ് എന്താ നോക്കാം അല്ലെ. റവന്യൂ റെസിപ്റ്റ് എന്താണെന്ന് നോക്കാം. നോക്കി, നമുക്കറിയാം റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ, നോക്കി റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കി റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഇൻകംസ് ആണ്. റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഇൻകംസ് ആണ്. അത് പറയുമ്പോൾ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ഇവിടെയാണ് ഈ ടാക്സ് ഒക്കെ വരുന്നത്. ടാക്സും ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ടാക്സ് റവന്യൂവിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ ആണ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സ്. ഞാൻ എടുക്കത്തില്ല കേട്ടോ, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പറഞ്ഞ സാധനം എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ടാക്സ് റവന്യൂവിനകത്താണ് ഡയറക്ട് ടാക്സും. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മതി പറഞ്ഞ പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് കേട്ടോ. പേഴ്സണൽ ഇൻകം ടാക്സും നമ്മുടെ കോർപ്പറേറ്റ് ടാക്സുമാണ് എന്ത്, ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകം ടാക്സ് തന്നെയാണ് ഇവർ മാറ്റി മറിച്ചിട്ടും എന്തിനു യൂസ് ചെയ്യുന്നത്, ഇൻകം റീഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കേസാണ്. ഈ കോർപ്പറേറ്റ് ടാക്സ് ആണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സ് ആണ് സെൻട്രൽ ഗവൺമെന്റിന് വളരെ കൂടുതൽ ക്യാഷ് റവന്യൂ കിട്ടുന്നത് ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സ് വഴിയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻഡയറക്ട് ടാക്സിനകത്താണ് എന്ത് വരുന്നത്, നമ്മുടെ GST ഒക്കെ വരുന്നത്. അപ്പോൾ GST എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത്, റവന്യൂ കിട്ടുന്നത് ഈ പറഞ്ഞിട്ടുള്ള GST വഴിയാണ് നോക്കിയിരിക്കുക. അപ്പോൾ ഇത് ടാക്സ് റവന്യൂവിന്റെ സെക്ഷൻ ആണ്. ഇനി നമ്മൾ പറഞ്ഞു നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്, നമ്മൾ ഈ പറഞ്ഞ ഫീസ്, എന്താണ്, ഹെൽമെറ്റ് വെക്കാതെ പോയാൽ ആ എടുക്കുന്ന ഫൈൻ എന്ന് പറയുമ്പോൾ നോൺ ടാക്സ് റവന്യൂവിനകത്ത് ഗവൺമെന്റ് കിട്ടുന്ന പൈസയാണ്. വേറെ എന്താണ്, നമ്മൾ ഈ ഫോറിൻ കൺട്രീസ് കൊടുക്കുന്ന പൈസ ആണ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി വരുമ്പോഴത്തേക്കും ഫോറിൻ കൺട്രീസ് സെൻട്രൽ ഗവൺമെന്റ് ഇത്ര പൈസ കൊടുക്കും. അത് ഗ്രാൻഡ് ആണ്, അത് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ലയബിലിറ്റി ക്രിയേറ്റ് ആകുന്നില്ല. അതുകൊണ്ടാണ് അത് റവന്യൂ റെസിപ്റ്റിന് അണ്ടറിലോ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ഫോറിൻ കൺട്രീസ് കൊടുക്കുന്ന ഗ്രാൻഡ്സ് എന്നുള്ള സംഭവം. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചിലപ്പോൾ എന്തെങ്കിലും ലോൺ കൊടുക്കും അല്ലേ. അപ്പോൾ ആ ലോണ് ഇവർ തിരിച്ചടയ്ക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആ ലോൺ തിരിച്ചടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഈ പറഞ്ഞിട്ടുള്ള നോൺ ടാക്സ് റവന്യൂവിനകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബജറ്റ് പഠിക്കുന്നതിന് മുമ്പിട്ട് അറിയേണ്ട ടൂൾസ്. ഇത്രയും അറിഞ്ഞിരിക്കണം. കാര്യം ഇത് അറിയാതെ ബജറ്റ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് സംഭവം. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ PDF ആക്കിയിട്ട് സ്കാൻ ചെയ്ത് PDF ആക്കി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷെ അത് വായിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ട് നല്ലത് നിങ്ങൾ എന്ത് ചെയ്യാം, പ്ലസ് ടുൻ്റെ ഇക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് വായിക്കുക കേട്ടോ. അതായിരിക്കും ഇച്ചിരി ബെറ്റർ. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള മാക്രോ എക്കോണമിക് ടൂൾസ് എന്ന് പറയുമ്പോൾ. തെറ്റിക്കരുത്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ കേസ്, പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്ന കേസ്, ലോൺ എടുക്കുന്ന കേസ്, ഇത് മൂന്നും തിരിഞ്ഞു പോകാൻ പാടില്ല. ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യും നോക്കി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോൺ കൊടുത്തു. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോൺ കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ സെൻട്രൽ ഗവൺമെന്റിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, ക്യാപിറ്റൽ റവന്യൂ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ റെസിപ്റ്റ് ആണോ, അതോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ പറയാമോ? സെൻട്രൽ ഗവൺമെന്റ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന് ലോൺ കൊടുത്തത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. കാര്യം അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാം. ഇനിയും ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് തിരിച്ചടക്കിയാണ്. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ്, ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് റീപേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണത്, നമ്മൾ പറഞ്ഞത് റവന്യൂ റെസിപ്റ്റ് ആണ് അല്ലേ. റവന്യൂ റെസിപ്റ്റ് ആണ് ആ സാധനം.
എന്ന് വെച്ചാൽ എന്താണ്? നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റ് അണ്ടറിൽ വരുന്നതാണ് എന്ത്? സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്ത ലോൺസിന്റെ ഇൻട്രസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തിരിച്ചടയ്ക്കുക എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ഗവൺമെന്റ് അത് എന്താണ്? അത് നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റ് ആണ്. മനസ്സിലായല്ലോ അല്ലേ? ഇതൊരു കണ്ടീഷൻ. ഇനി നമുക്ക് പറയാം വേൾഡ് ബാങ്ക് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന് എന്ത് കൊടുത്തു? ലോൺ കൊടുത്തു. അപ്പൊ ഇത് എന്ത് ചെയ്യാണ്? ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് വേൾഡ് ബാങ്കിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിക്കുകയാണ്. സോ ദേ ആർ സപ്പോസ് ടു പേ ബാക്ക്. അപ്പൊ അതെന്താ? ഡെപ്റ്റ് ആണല്ലേ. അപ്പൊ അതൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് ഈ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ഗവൺമെന്റ് വേൾഡ് ബാങ്കിന് എടുത്ത സംഭവം എവിടെ വരുന്നതാണ്? പറയാമോ? അതെവിടെ വരുന്ന സംഭവം? ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. തെറ്റിക്കരുത്. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ഗവൺമെന്റ്? നമ്മൾ ഈ പറഞ്ഞ വേൾഡ് ബാങ്ക് എടുക്കുന്ന ലോൺ അല്ലെങ്കിൽ എവിടെ എടുത്ത ലോണും എന്ത് തന്നെയാണ്? അത് ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരുന്ന സംഭവമാണ്. ഇനിയും ഇതേ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞിട്ടുള്ള എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് റീപേ ചെയ്യണം. ഇൻട്രസ്റ്റ് മാത്രം റീപേ ചെയ്താൽ അത് എവിടെയാ വരുന്നത്? നമ്മൾ പറഞ്ഞാണ് എവിടെയാ വരുന്നത്? അത് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. തെറ്റിക്കരുത്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി ഇതേ സംഭവം ഇവര് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലോൺ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാണ്. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി റെഡ്യൂസ് ആകുകയാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് വാട്ട്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ അല്ലേ? മനസ്സിലായോ? തെറ്റിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. കാര്യം എന്തുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് മനസ്സിലായോ? കാര്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ലയബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ അത് തെറ്റത്തില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ലയബിലിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു കൊടുത്ത ക്യാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചറിനെ കൂടുതൽ പോയതും ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഈ പറഞ്ഞ വേൾഡ് ബാങ്കിനൊക്കെ തിരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്തപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. പക്ഷെ അതെന്താണ്? അത് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇത്രയും ക്ലിയർ ആണല്ലോ. നമ്മൾ പറഞ്ഞു അസറ്റ് എന്നുള്ള സംഭവം മൊത്തത്തിൽ ക്യാപിറ്റലിനകത്തെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ പറയുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അത് ബജറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നോക്കി, പറഞ്ഞിട്ടുള്ള ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് എന്താണ്? ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്നൊരു സംഭവമുണ്ട്. ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്നൊരു സംഭവമുണ്ട്. ഇത് ജനറലി ഇവർ എവിടെ ഇടുന്ന അറിയാം? നമ്മൾ ഈ പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിൽ കൊണ്ടിടുന്ന ഒരു സംഭവമാണിത്. എന്താണ്? ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്നുള്ള സംഭവം ജനറലി ഇവര് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിൽ കൊണ്ടിടുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഓർത്തിരിക്കുക, ഇതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിൽ വന്നെന്ന് സംശയം നല്ല ഓർത്തിരിക്കുക. ഈ ഒരു സംഭവം ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ക്യാഷ് എവിടെ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ ക്യാഷ് ഒന്നിലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് കമ്പനീസിന് ഈ പറഞ്ഞ ഈ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് അല്ല ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് എടുത്ത് ചെലവാക്കുന്നത്. ആരായിരിക്കും ചെയ്യുന്നത്? ഇവർ പൈസ കൊടുത്ത പാർട്ടി ആർക്കാണ് ഒരു പൈസ കൊടുത്തത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കമ്പനീസ് ആണെങ്കിൽ കമ്പനീസ്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ്സോ അല്ലെങ്കിൽ ആ കമ്പനീസോ ആയിരിക്കും ഈ പറഞ്ഞ ക്യാഷ് യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല ഈ ഒരു സംഭവത്തിൽ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ എവിടെ വരുന്നത്? റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിൽ വരുന്നത്. തെറ്റിക്കാൻ പാടില്ല, ഡൗട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിസിറ്റിന്റെ സെക്ഷൻ പഠിക്കുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് പഠിച്ചിട്ട് രണ്ടാമത്തെ സെക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റിനകത്തും നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു സംഭവം എഴുതുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവം കാരണമാണ്. കാര്യം ഈ പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചർ അണ്ടറിലാണ് ഇവർ ഈ കൊണ്ടുവന്ന് ഗ്രാൻഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് വെച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ക്യാഷ് സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അണ്ടറിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ എഴുതുന്നത്. ഈ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വന്നൊരു ടേമാണ്. അത് തെറ്റിപ്പോകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ സംഭവം. തെറ്റിക്കെട്ടി പറഞ്ഞ ഗ്രാൻഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഒക്കെ
നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് നമ്മൾ ചോദിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് മാക്രോ എക്കോണമിക് പോളിസീസ് എന്നുള്ള സംഭവം. ഇതാണ്, മനസ്സിലായല്ലോ. ഇതാണ് ഈ പറഞ്ഞ മാക്രോ എക്കോണമിക് പോളിസീസ് എന്നൊരു സംഭവം. ഇതറിയാതെ ബജറ്റ് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ബജറ്റാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ബജറ്റിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, ആരാണ് ബജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്സ് എന്താണ് പാസ്സാക്കാനുള്ളത്. ബജറ്റിനകത്ത് നമുക്കറിയാം, നമ്മൾ ജനറലി പറയാം നമ്മൾ പറയുന്ന ആനുവൽ റിപ്പോർട്ട് പറയും അല്ലേ. എന്നുവെച്ചാൽ ഒരു ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂവിന്റെ ആനുവൽ റിപ്പോർട്ടാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നത്. പക്ഷെ ഓർത്തിരിക്കുക, 10ഓളം ഡോക്യുമെന്റ്സ് ആണ് ഈ ബജറ്റിനകത്ത് അവർ പ്രസന്റ് ചെയ്യുന്നത്. ആ പറഞ്ഞിട്ടുള്ള എന്തിന് ഈ ഡോക്യുമെന്റ്സ് പ്രസന്റ് ചെയ്യുന്ന അറിയണം. കാര്യം ഇൻ കേസ് എങ്ങാനും അവർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന, നമുക്ക് ആദ്യം അറിയാം ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്, നമുക്ക് ജനറലി അറിയാവുന്ന ഇതിനകത്ത് ഫിനാൻഷ്യൽ ബില്ല് പ്രസന്റ് ചെയ്യുന്നതൊക്കെ അറിയാം അല്ലേ. അതിന്റെ കൂടെ അപ്രോപ്രിയേഷൻ ബില്ല് എന്നൊരു സംഭവം ഉണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയണം. അതുകൊണ്ട് ബജറ്റ് എന്നൊരു സെക്ഷൻ കറക്റ്റ് ഇനിയും കേൾക്കുക, കറക്റ്റ് കേട്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഇതിനകത്തുനിന്ന് കറണ്ട് അഫയറിന്റെ ക്വസ്റ്റൻസ് ആയിരിക്കും ബജറ്റിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഇവർ പറഞ്ഞ ബജറ്റിന്റെ അഡീഷണൽ ക്വസ്റ്റൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താ ബജറ്റ്. കാരണം നമ്മുടെ സിലബസിനകത്ത് ബജറ്റ് എന്നൊരു സെക്ഷൻ എടുത്ത് പറഞ്ഞിട്ടാണ്. നോക്കി നമുക്കറിയാം സെൻട്രൽ നമുക്കറിയാം നോക്കി കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് ബജറ്റ് എന്നൊരു ടേം കോൺസ്റ്റിറ്റ്യൂഷൻ അത് സ്പെസിഫൈഡ് ആണോ അല്ല അല്ലേ. ബജറ്റിന് പകരം എന്താ പറയുന്നത്, നമ്മൾ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് അല്ലെ. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ബജറ്റിന്റെ പേര്. തെറ്റിക്കത് എന്താണ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബജറ്റിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എടുത്തു പറയുന്നത്. എന്താണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊരു സംഭവമാണ് അതിന്റെ പേര്. ബജറ്റ് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്പെസിഫൈഡ് അല്ല. ഇനി ഒന്ന് പറഞ്ഞേ, ബജറ്റിന്റെ ഈ പറഞ്ഞ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ എത്രയാണ് അറിയാം, ആർട്ടിക്കിൾ 112 ആണെന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ബജറ്റ് അല്ലെങ്കിൽ യൂണിയൻ ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 112 ആണ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ബജറ്റിന്റെ ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 202. എന്താണ് ആർട്ടിക്കിൾ 202 ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിന്റെ ബജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്, ആർട്ടിക്കിൾ 202 ആണെന്ന് നോക്കിയിരിക്കുക. ഇനി എന്താണ് നമുക്കറിയാം ഈ പറഞ്ഞ ബജറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാൻ ഞാൻ പറയാം. എപ്പോഴാ ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്, ഇപ്പം ആസ് ഓഫ് നൗ എപ്പോഴാ പ്രസന്റ് നമുക്കറിയാം, ഫെബ്രുവരി 1 നമുക്ക് പറയാം അല്ലെ. 1 ഫെബ്രുവരി നമുക്ക് പറയാം. പക്ഷെ ഓർത്തിരിക്കുക, ഫെബ്രുവരി എന്നുള്ള മന്തിന്റെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ ജനറലി പറയും ഫെബ്രുവരി 1 എന്ന് പറയാം. അപ്പോൾ ഓർത്തിരിക്കുക, ഫെബ്രുവരി 1 സൺഡേ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസമേ ബജറ്റ് പ്രസന്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇപ്പം ഇന്ത്യയിലെ ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയം എപ്പോഴാണ്, ഫെബ്രുവരിയുടെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് എന്ത് പ്രസന്റ് ചെയ്യേണ്ടത്, ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ആര് പ്രസന്റ് ചെയ്യുമെന്ന് പറയാമോ, ആരാണ്, നമുക്ക് ഇത് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഈ പറയുന്നിട്ടുള്ള ഡിഗ്രി എക്സാംസിന്റെ പ്രിലിംസിനോ മെയിൻസിനോ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുമ്പോൾ വളരെ സിമിലർ ക്വസ്റ്റൻസ് ആണ്. അതുകൊണ്ട് അത് ചോദിക്കാൻ പ്രതീക്ഷിക്കേണ്ടതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓർത്തിരിക്കുക, നമുക്കറിയാം ഫിനാൻസ് മിനിസ്റ്റർ ആണ് പ്രസന്റ് ചെയ്യുന്നത് അല്ലേ. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്, എന്നുവെച്ചാൽ ഇപ്പൊ നിർമ്മല സീതാരാമൻ ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ എവിടെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്, ഓൺ ദി ഫ്ലോർ ഓഫ് ലോക്സഭ. ലോക്സഭയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത്. എപ്പോഴാണ്, ഫെബ്രുവരിയുടെ ഫസ്റ്റ് വർക്കിംഗ് ഡേയിൽ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഈ പറഞ്ഞ ബജറ്റ് ലോക്സഭയുടെ ഫ്ലോറിൽ പ്രസന്റ് ചെയ്യുന്നത്. തെറ്റിക്കരുത്. ഇനി നോക്കിയോ, ഈ ബജറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയണം. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയുമ്പോൾ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ ഇപ്പം പ്രസന്റ് 2024-25 ബജറ്റ് അവർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു ബജറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് 3 സംഭവങ്ങളാണ് ഒരു ബജറ്റിനകത്ത് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇത് 2024-25 ബജറ്റാണ്. കാര്യം ആ ഒരു ഇയർ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയാണ് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ബജറ്റിനകത്ത് അപ്കമിങ് ഇയർ എന്ന് പറയുന്നത് 2024-25 ബജറ്റിന്റെ കേസ് ആണെങ്കിൽ ഇതാണ് അപ്കമിങ് ഇയർ. അപ്പൊ ഈ പറഞ്ഞ അപ്കമിങ് ഇയർ എന്നൊരു സംഭവം ഉണ്ട്, നമുക്ക് കറണ്ട് ഇയർ എന്നൊരു സംഭവം ഉണ്ട്, നമുക്ക് പ്രീവിയസ് ഇയർ എന്നൊരു സംഭവമുണ്ട്. ഈ 3 വർഷങ്ങളിലെയും ഓരോ സംഭവങ്ങൾ ഈ പറഞ്ഞ ബജറ്റിൽ പ്രസന്റ് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, 2024-25 ഇപ്പൊ പ്രസന്റ് ചെയ്ത ബജറ്റിന്റെ റെസ്പെക്ട് നോക്കുകയാണെങ്കിൽ അപ്കമിങ് ഇയർ എന്നാൽ ഈ ഒരു വർഷമാണ്. കാരണം നമുക്ക് അറിയത്തില്ല എന്ത് സംഭവിച്ചെന്ന്. കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകത്തെ വർഷമാണ്. എന്നുവെച്ചാൽ 2023 ആണ് ഇവർ ഈ പറഞ്ഞ കറണ്ട് ഇയർ എന്ന് പറയുന്നത്.
2022-നെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. നമുക്കറിയാം കാര്യം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വർഷവും 1 ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരിയിൽ ഇവർക്ക് ബജറ്റ് പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് പ്രീവിയസ് വർഷമായിരിക്കും ഇവരിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഈ പറഞ്ഞ അപ്കമിങ് ഇയർ ആണെങ്കിൽ ആ വരുന്ന അപ്കമിങ് ഇയറിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. എന്താണ് ബജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് അപ്കമിങ് ഇയർ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സംഭവം, നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളാണ് ബജറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, അപ്കമിങ് ഇയറിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കും അവർ പ്രസന്റ് ചെയ്യുന്നത്. കറണ്ട് ഇയറിന്റെ എന്താണ് പ്രസന്റ് ചെയ്യുന്നത്? റിവൈസ്ഡ് ഫിഗേഴ്സ് ആയിട്ട്. എന്താണ് കറണ്ട് ഇയറിന്റെ റിവൈസ്ഡ് ഫിഗേഴ്സ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഇനി പ്രീവിയസ് ഇയറിന്റെ എന്താണ് ആക്ച്വൽ ഫിഗേഴ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. തെറ്റിക്കരുത്, പ്രീവിയസ് ഇയറിന്റെ ആണെങ്കിൽ ആക്ച്വൽ ഫിഗേഴ്സ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. തെറ്റിക്കരുത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 സംഭവങ്ങളാണ് ഈ ബജറ്റിനകത്ത് ഞാൻ പറഞ്ഞത് ബില്ലൊന്നുമല്ല, 10 ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ 10 ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് ആദ്യം പറയണം. അപ്പൊ എന്തൊക്കെയാണ് ബജറ്റിനകത്തുള്ളത്? ഇപ്പം കറണ്ട് ഇയർ, ഇപ്പം 2024-25 ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2023 ആണ്. കാര്യം അവർ അപ്പോഴാണ് ഈ സംഭവം ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്കമിങ് ഇയർ ആണ് ഈ പറഞ്ഞ 2020-25 എന്ന് പറയുന്ന സംഭവം. 24-25 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ആണ് നോക്കിയത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് അപ്കമിങ് ഇയറിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് അവർ പ്രസന്റ് ചെയ്യും, കറണ്ട് ഇയറിന്റെ റിവൈസ്ഡ് ഫിഗേഴ്സ് അവർ പ്രസന്റ് ചെയ്യും, പ്രീവിയസ് ഇയറിന്റെ ആക്ച്വൽ ഫിഗേഴ്സ് ഇവർ പ്രസന്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഈ ബജറ്റിനകത്ത് പ്രസന്റ് ചെയ്യപ്പെടുന്നുണ്ട്. തെറ്റിക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് സെൻട്രൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് നോക്കിയോ, ഇനി എന്തിന് ബജറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരും അല്ലെ? നമുക്ക് എന്തിനാ ബജറ്റ് എന്തിനാന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തിനാ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ബജറ്റ് പ്രസന്റ് ചെയ്യുന്നത് അറിയോ? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആനുവൽ ഇത് നമ്മളെ അറിയിക്കണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഈ പറഞ്ഞിട്ടുള്ള അപ്കമിങ് ഇയറിന്റെ ബജറ്റ് എസ്റ്റിമേറ്റ് ആണല്ലോ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ബജറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് സംശയം എന്ന് അറിഞ്ഞിരിക്കും. നമ്മൾ ഈ പറഞ്ഞു ഈ ബജറ്റിനകത്താണ് നമ്മൾ ബജറ്റ് വഴിയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ സ്കീംസ് ഒക്കെ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് ഇത്ര സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊക്കെ ബജറ്റിനകത്ത് പറയും അല്ലേ. അതുപോലെ തന്നെ ടാക്സ് ഇവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ, ടാക്സ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ 2 സംഭവങ്ങൾ കാരണമാണ് മെയിനായിട്ട് ബജറ്റ് എന്നൊരു സംഭവം പ്രസന്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, പാർലമെന്റിൽ കൊണ്ട് പ്രസന്റ് ചെയ്യേണ്ട കാര്യം. സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് ക്യാഷ് എടുക്കുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അല്ലെ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ലോഞ്ച് ചെയ്യാൻ ക്യാഷ് എടുക്കുന്നത്. അപ്പൊ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഒരു ഇഷ്യൂ ഇതിനകത്ത് എത്രയാണ്? ആർട്ടിക്കിൾ 266-ന്റെ 1 ആണ് എന്ത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ കേട്ടോ. 3 ഫണ്ട് ഉള്ളതാണ്. അതിൽ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്തുനിന്ന് സെൻട്രൽ ഗവൺമെന്റിന് ക്യാഷ് എടുക്കണമെങ്കിൽ ഇവൻ ഇഫ് ഇറ്റ്സ് 1 രൂപി എന്ത് വേണം? പാർലമെന്റിന്റെ പ്രയർ ഓർഡർ വേണം. മനസ്സിലായോ? അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള സ്കീംസ് ലോഞ്ച് ചെയ്യാൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്തുനിന്ന് സെൻട്രൽ ഗവൺമെന്റിന് ക്യാഷ് എടുക്കണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. ഈ പാർലമെന്റിന്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ബജറ്റിനകത്ത് അപ്രോപ്രിയേഷൻ ബിൽ എന്നൊരു സംഭവം എന്താണ്? അപ്രോപ്രിയേഷൻ ബിൽ എന്നൊരു സംഭവം പ്രസന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ ജനറലി ആൾക്കാരുടെ കാര്യം പറയണേ. ഫിനാൻഷ്യൽ ബിൽ എന്നൊരു സംഭവമാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബിൽ എന്നൊരു സംഭവം ആദ്യം പ്രസന്റ് ചെയ്യും. ഈ അപ്രോപ്രിയേഷൻ ബില്ല് അംഗീകരിച്ചാൽ മാത്രമേ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്തുനിന്ന് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സെൻട്രൽ ഗവൺമെന്റിന് ക്യാഷ് എടുത്ത് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു ഇതാണ് ഇതിന്റെ ഒരു റീസൺ. അപ്പൊ ഇത് കറസ്പോണ്ടിങ് വരുന്ന ബില്ലാണ് എന്ത്? അപ്രോപ്രിയേഷൻ ബിൽ എന്നുള്ള സംഭവം. മനസ്സിലായോ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 266(1) ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്തുനിന്ന് സ്കീംസ് ലോഞ്ച് ചെയ്യാൻ ക്യാഷ് എടുക്കണമെങ്കിൽ പാർലമെന്റിന്റെ പ്രയർ അപ്രൂവൽ റിക്വയർഡ് ആണ്. അത് എത്ര കുഞ്ഞു രൂപ എടുക്കാൻ പോയാലും, 1 രൂപ എടുക്കാൻ പോയാൽ പോലും ഈ പറഞ്ഞ പാർലമെന്റ് അപ്രൂവൽ വേണം. അതുകൊണ്ടാണ് ഇവർ എന്തോ ചെയ്യുന്നത്? ബജറ്റിന്റെ കൂടെ അപ്രോപ്രിയേഷൻ ബില്ല് പ്രസന്റ് ചെയ്തിട്ട് അതിനുള്ള അപ്രൂവൽ മേടിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ മൊത്തം എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന ബില്ലാണ് ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറയുന്നത്. കാര്യം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് സ്വന്തം പൈസയാണ്. അപ്പൊ അതിൻ്റെ അകത്തുനിന്നാണ് ഇവരുടെ ചെലവാക്കാൻ പോകുന്നത്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കാണിക്കുന്ന ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രോപ്രിയേഷൻ ബില്ലാണെന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് എന്തോ വരത്തില്ല. ഓഫ് ബജറ്റ് എന്നൊരു സംഭവം എന്താണ്? ഓഫ് ബജറ്റ് എന്നൊരു സംഭവം ഉണ്ട്. ഓഫ് ബജറ്റ്
ഓഫ് ബജറ്റ് എന്നൊരു സംഭവത്തിനകത്തുള്ള സംഭവം ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബില്ലിൽ പ്രസന്റ് ചെയ്യില്ല. എന്താണ് ഓഫ് ബജറ്റ് എന്ന് അറിയാമോ? ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്കാണ് സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന ക്യാഷ് മൊത്തം അപ്രോപ്രിയേഷൻ ബില്ലിന് അണ്ടറിലാണ് വരാൻ പോകുന്നത്. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ലോഞ്ച് ചെയ്യാൻ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ പറയാണ് അതിന് 2 lakh crores വേണം എന്ന് വിചാരിക്കുക. 2 lakh crores വേണം ഈ പറഞ്ഞ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഒരു സ്കീം ലോഞ്ച് ചെയ്യാൻ. അപ്പൊ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് പറയാണ് ഞങ്ങൾ 1 lakh crore തരാം എന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്കകത്തുനിന്ന് 1 lakh crore എടുത്ത് ഞങ്ങൾ തരാം. എന്നിട്ട് ഈ ഗവൺമെന്റ് എന്തോ പറയുന്നറിയോ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് പറയും ബാക്കി 1 lakh crore നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറയും. ആ ക്യാഷ് അങ്ങനെയുള്ള സംഭവം നമ്മൾ ഓഫ് ബജറ്റ് എന്നാ പറയുന്നത് കേട്ടോ. ഈ ഒരു സംഭവം അപ്രോപ്രിയേഷൻ ബില്ലിൽ പ്രസന്റ് ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ? ഓഫ് ബജറ്റ് ഞാനത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഞാൻ വല്ല എന്താണ് എക്സാം വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഈ പറഞ്ഞിട്ടുള്ള അപ്രോപ്രിയേഷൻ ബില്ലിനകത്ത് വെക്കത്തില്ല. അത് ഓഫ് ബജറ്റ് ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞോട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് അപ്രോപ്രിയേഷൻ ബില്ല് എന്നൊരു സംഭവം. മനസ്സിലായല്ലോ? ഇതാണ് എന്ത് അപ്രോപ്രിയേഷൻ ബില്ല് എന്നൊരു സംഭവം. ഇനി എന്താണ് അടുത്തെന്താണ് നമ്മൾ പറയൂ ടാക്സ് ചേഞ്ച് ചെയ്യണം. നമുക്കറിയാം ഈ പറഞ്ഞ ആർട്ടിക്കിൾ 265 എടുത്തു പറയുന്നത് എന്താണ്, ടാക്സ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് ലീഗൽ സപ്പോർട്ട് വേണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടാക്സിന്റെ എമൗണ്ട് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞ ലീഗൽ സപ്പോർട്ട് ഇല്ലാതെ ടാക്സ് ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ബില്ല് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. കാര്യം പാർലമെന്റിന്റെ അപ്രൂവൽ കിട്ടണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള അപ്രോപ്രിയേഷൻ ബില്ലിന്റെ കൂടെ ഫിനാൻഷ്യൽ ബില്ലിനും കൂടി ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഇനിയും വേറൊരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് ഇന്ന് അറിഞ്ഞിരിക്കട്ടോ. വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഡോക്യുമെന്റ് ആണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് എന്നൊരു ബില്ലും കൂടി ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ റെസ്പോൺസിബിൾ ബജറ്റ് മാനേജ്മെന്റ് ഒരു സംഭവമാണ് കേട്ടോ. മാനേജ്മെന്റ് എന്താണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് FRBM എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ എന്താ അറിയോ, ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താണ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ, ഒരു പറയുന്ന എക്സ്പെൻഡിച്ചർ നമ്മുടെ റവന്യൂവിനെക്കാളും കൂടുതലായി ഡെഫിസിറ്റ് വരും അല്ലേ. അപ്പം അത് എങ്ങനെയാണ് ഗവൺമെന്റ് മാനേജ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഡോക്യുമെന്റ് ഒരു പ്രസന്റ് ചെയ്യും. അതാണ് ഈ പറഞ്ഞ എന്താണ് FRBM അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് എന്നുള്ള സംഭവം. ഇതും ഇതിന്റെ കൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കേട്ടോ. അപ്പം ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബില്ലുണ്ട്, ഫിനാൻഷ്യൽ ബില്ലുണ്ട്, അതുപോലെ തന്നെ എന്താണ് FRBM 10 ഡോക്യുമെന്റ് ഉണ്ട് കേട്ടോ. ഞാനത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 തന്നെ പറയുന്നത്. അപ്പോൾ എന്താണ് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ബജറ്റ് മാനേജ്മെന്റ് എന്ന ഡോക്യുമെന്റോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ബജറ്റിനകത്ത് ഇത് പ്രസന്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, എപ്പോഴാണ് ബജറ്റ് പാസ്സാക്കുന്നതാണ്. ഇത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ബജറ്റിന്റെ സെക്ഷൻ തീരുകയാണ്. പിന്നുള്ളത് ബജറ്റിന്റെ അക്കൗണ്ട് എന്നൊരു സെക്ഷനാണ്. അത് ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള റവന്യൂ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ്. അത് നിങ്ങൾക്ക് അത്രയും ഡിഫിക്കൽട്ട് ആക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട്. അപ്പൊ നോക്കി, ഇനി നമ്മൾ ജനറലി പറയും, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആരാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ഒബിയസ്ലി പറയും എന്താണ് ഏത് മിനിസ്റ്റർ വെച്ചാൽ എന്താ പറയുന്നത്, അത് ഫിനാൻസ് മിനിസ്ട്രി ആണ് അല്ലെ. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഏത് മിനിസ്ട്രി ആണെന്നുള്ളതിന്റെ ആൻസർ ആണ്. നിങ്ങൾ ചോദിക്കുകയാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ബജറ്റ് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയാമോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമിക് അഫയേഴ്സ് കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമിക് അഫയേഴ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എന്ത് ഡിപ്പാർട്ട്മെന്റ്. ഇനി അതല്ല ക്വസ്റ്റ്യൻ, നിങ്ങൾ ചോദിക്കുകയാണ് ഇത് രണ്ടും ഓപ്ഷൻ ഇല്ലാതെ ചോദിക്കുകയാണ് ആരാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തോ എഴുതും. ബജറ്റ് ഡിവിഷൻ എന്നൊരു സംഭവം എന്താണ്, ബജറ്റ് ഡിവിഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവരാണ് ബജറ്റ് സത്യം പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പല മിനിസ്ട്രി ആയിട്ടുള്ള ഡിവിഷൻ ഉണ്ട്. ആ ഓരോ മിനിസ്ട്രിയും ഡിപ്പാർട്ട്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഡിവിഷൻസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഈ പറഞ്ഞ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമിക് അഫയേഴ്സിന് അണ്ടറിലുള്ള ഒരു സെക്ഷനാണ് ബജറ്റ് ഡിവിഷൻ. ഈ പറഞ്ഞ ബജറ്റ് ഡിവിഷൻ ആണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, ബജറ്റിന്റെ സർക്കുലർ പ്രിപ്പയർ ചെയ്യുന്നത്. തെറ്റിക്കരുത്. കാര്യം ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്, എല്ലാവരും എഴുതുന്നത്. ഈ പറഞ്ഞിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ബജറ്റ് പ്രിപ്പയർ എന്നുള്ള സംഭവം. പക്ഷെ ഓർത്തിരിക്കുക, ഏത് ഡിവിഷൻ ആണെന്ന് ചോദിച്ചാൽ ബജറ്റ് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമിക് അഫയേഴ്സ് ആണ്
ഈ പറഞ്ഞിട്ടുള്ള യൂണിയൻ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? ആദ്യം ഈ ബജറ്റ് ഡിവിഷനുള്ളവർ എന്ത് ചെയ്യാണ്, ബജറ്റിന്റെ ഒരു സർക്കുലർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഒരു ബജറ്റ് സർക്കുലർ ഇവര് ക്രിയേറ്റ് ചെയ്യും. ബജറ്റ് സർക്കുലർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ എല്ലാ മിനിസ്ട്രിക്കും അത് അവരെന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എല്ലാ മിനിസ്ട്രിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാര്യം എന്താണ്, ഈ പറഞ്ഞ ബജറ്റിനകത്ത് ഓരോ മിനിസ്ട്രിക്കും വേണ്ട ഗ്രാൻഡിന്റെ സെക്ഷൻ വരുന്നുണ്ട് അല്ലെ. എല്ലാ മിനിസ്ട്രിക്കും ഇത്ര എമൗണ്ട് ഒരു പൈസ കൊടുക്കും. അപ്പൊ ഈ പറഞ്ഞ മറ്റുള്ള മിനിസ്ട്രീസിന് എത്ര ക്യാഷ് വേണം അല്ലെങ്കിൽ എത്ര രൂപ ഗ്രാൻഡായിട്ട് വേണം എന്ന് അറിയാൻ വേണ്ടിയാണ് എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ബജറ്റ് സർക്കുലർ ബജറ്റ് ഡിവിഷൻ എല്ലാ മിനിസ്ട്രിയിലും കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി എല്ലാ മിനിസ്ട്രികളും അതിന്റെ ഡിപ്പാർട്ട്മെന്റ്സിലും ഈ ഡിവിഷൻസിലും സാധനം പോകും. ഇനി എന്തോ ചെയ്യും, അപ്പൊ ഇനി അവർക്ക് ഓരോ മിനിസ്ട്രിക്കും ഇരുന്ന് തീരുമാനിക്കാൻ നമുക്ക് എത്ര രൂപ അടുത്ത ബജറ്റിൽ വേണമെന്ന്. ഇനിയും എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ മിനിസ്ട്രി അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്സ് എന്ത് ചെയ്യാണ്, അവർ ഈ ഫിനാൻഷ്യൽ ഈ പറഞ്ഞ എക്കോണമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫിനാൻസ് എന്താണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഹെഡ്സുമായിട്ടും ഈ പറഞ്ഞ എല്ലാ മിനിസ്ട്രിയുടെ ഹെഡുകൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഗ്രാൻഡിന്റെ സംഭവം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രാൻഡ് ഫുള്ള് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഫിനാൻസ് മിനിസ്റ്റർ ഇത് നോക്കിയിട്ട് പുള്ളിക്കാരി അത് സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ പറയാണ് ഈ പറഞ്ഞ ബജറ്റ് പ്രിപ്പയർ ആയെന്ന് പറയും. ഇങ്ങനെയാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബജറ്റിന്റെ പ്രിപ്പറേഷൻ അങ്ങനെയാണ് കഴിയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പത്രമൊക്കെ വായിച്ചാൽ അറിയാം നിങ്ങൾക്ക്, നിങ്ങൾ ഹിന്ദുവിന്റെ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കാൻ അറിയാം. നമുക്കറിയാം ഈ പറഞ്ഞ ഒരു എന്താണ് ഹൽവ സെറിമണി എന്നൊരു സംഭവം കേട്ടോ. ഹൽവ സെറിമണി അങ്ങനെ ഒരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ ബജറ്റിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് സെക്ഷൻ സെറിമണിയാണ് ഹൽവ സെറിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ഇനി പ്രസന്റ് ചെയ്യുക കൂടി മാത്രം മതി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ബജറ്റ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എന്താണ്, ഈ സംഭവം പ്രസന്റ് ചെയ്യണം അല്ലേ, സംഭവം പ്രസന്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ബജറ്റ് പ്രിപ്പയർ ചെയ്തു. ഇനി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റിൽ എന്ത് വേണം, പ്രസിഡന്റിന്റെ അപ്രൂവൽ വേണം അല്ലെ. പ്രസിഡന്റിന്റെ അപ്രൂവൽ ഇത് ആദ്യം വാങ്ങിക്കുക, പ്രസിഡന്റ് അപ്രൂവൽ വാങ്ങിക്കുക. ഇനി ഇത് ആര് പ്രസന്റ് ചെയ്യും, ഫിനാൻസ് മിനിസ്റ്റർ. ഫിനാൻസ് മിനിസ്റ്റർ ലോക്സഭയിൽ ഇത് പ്രസന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ, ഫിനാൻസ് മിനിസ്റ്റർ ലോക്സഭയിൽ പ്രസന്റ് ചെയ്യും. ഇനിയുമുള്ള സ്റ്റെപ്സ് കറക്റ്റ് അറിഞ്ഞിരിക്കുക, ഇനിയുമുള്ള സ്റ്റെപ്സ് കറക്റ്റ് അറിയുക. ഇനി നടക്കാൻ പോകുന്ന ഫസ്റ്റ് സംഭവമാണ് ജനറൽ ഡിസ്കഷൻ എന്നൊരു സംഭവമുണ്ട്. എന്താണ് ജനറൽ ഡിസ്കഷൻ? ജനറൽ ഡിസ്കഷൻ ഒരു സംഭവമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. ഇതാണ് നടക്കുന്ന ഫസ്റ്റ് സംഭവം എന്ന് പറയുമ്പോൾ ഒരു കപ്പിൾ ഓഫ് ഡേയ്സ്, ഒരു 2 to 3 days ഇനി നടക്കാൻ പോകുന്നത് ജനറൽ ഡിസ്കഷൻ ആണ്. ഇതിനുള്ള ഒപ്പോസിംഗ് പാർട്ടീസിന്റെ ലീഡേഴ്സിന് ഈ പറഞ്ഞ ഈ പ്രസന്റ് ചെയ്ത ബജറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സെഷനാണ് എന്ത്, ജനറൽ ഡിസ്കഷൻ ഒരു സെഷൻ. തെറ്റിക്കരുത്, ഒപ്പോസിംഗ് പാർട്ടീസിന്റെ ലീഡേഴ്സിന് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജനറൽ ഡിസ്കഷനകത്ത് ഇരുന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സെക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. ഞാൻ പറഞ്ഞു ഓരോ മിനിസ്ട്രിക്കും എന്ത് ചെയ്യണം, ഗ്രാൻഡ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ്, അത് നമ്മൾ അതിന്റെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ് എന്നാണ്. ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ് എന്നാണ്. അപ്പൊ ഈ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ് ഇവർ എന്ത് ചെയ്യുന്ന അറിയാമോ, ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റീസിന്റെ ഫ്രണ്ടിൽ ഈ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ് വെക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പം ആസ് ഓഫ് നൗ 24 സ്റ്റാൻഡിങ് കമ്മിറ്റീസ് ആണ് നമ്മൾ ആ ബജറ്റ് പ്രസന്റ് കഴിഞ്ഞ ശേഷമുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ സ്റ്റാൻഡിങ് കമ്മിറ്റീസിന്റെ ഫ്രണ്ടിൽ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ് എന്താണ് പറഞ്ഞത്, ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ് പറഞ്ഞാൽ എന്താണ്, ഓരോ മിനിസ്ട്രിക്കും ഈ പറഞ്ഞ വർഷം എത്ര രൂപ നമുക്ക് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വേണം എന്ന് പറയുന്ന സംഭവമാണ് ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സ്. ഞാൻ പറഞ്ഞു ഇവരെല്ലാം ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പറഞ്ഞ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പിട്ട് ഇവരോട് ചോദിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞ ഈ ഓരോ മിനിസ്ട്രിയും എത്ര രൂപ വേണം എന്ന് പറഞ്ഞ സംഭവം ബജറ്റിനകത്ത് കാണും. അപ്പൊ ഈ പറഞ്ഞ ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ് എന്നൊരു സംഭവം ഇവരെടുത്തിട്ട് എവിടെ കൊടുക്കുകയാണ്, സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കൊടുക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ഓഫ് ഗ്രാൻഡ്സിന്റെ ഡിസ്കഷനും ഡിമാൻഡ് ഓഫ് ഗ്രാൻഡിനെ കുറിച്ചുള്ള ഡിസ്കസ് ചെയ്യും. അതുപോലെ വോട്ടിംഗ് നടക്കുന്നത് കേട്ടോ. ഡിമാൻഡ് ഓഫ് ഗ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. കാര്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട്, ഇത്ര കോടി രൂപ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അത് എടുക്കണം എന്ന് പറയുകയാണ്. അത്ര വേണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്തുള്ള ഡിസ്കഷന്റെ സമയത്ത് അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും എന്താണ് വേറെ സോഴ്സ്. ഈ പറഞ്ഞ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ എടുക്കണോ, അല്ല എത്ര ഇവർ ഈ പറഞ്ഞ എമൗണ്ടിന് ഇത്ര രൂപ കുറയ്ക്കണോ, ആ ഡിസ്കഷൻ നടക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഡിമാൻഡ് ഓഫ് ഗ്രാൻഡിന്റെ ഡിസ്കഷൻ കൂടി നടക്കുന്ന തേർഡ് സ്റ്റെപ്പിലാണ്. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഇത് അപ്പം വേണ്ട, ഇവർ പറയാണ് ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഇത്ര രൂപ കൊടുക്കണ്ട എന്നൊക്കെയുള്ള വോട്ടിംഗ് നടക്കുന്ന ഈ സ്റ്റേജിലാണ്. അടുത്ത സ്റ്റേജിലാണ് എന്തോ ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കഷന്റെ ബേസിൽ
ഇവരൊരു കൺക്ലൂഷനിൽ എത്തും. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബില്ലിനെ, ഞാനാണ് പറഞ്ഞ അപ്രോപ്രിയേഷൻ ബില്ല് പഠിക്കണമെന്ന്, അത് അറിയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ ബില്ലിനെ വോട്ടിനായിട്ട് പാർലമെന്റിന്റെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പൊ അപ്രോപ്രിയേഷൻ ബില്ലിനെ വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവര് പാർലമെന്റിന്റെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്. ഇനിയുമാണ് ഇപ്പൊ പറഞ്ഞ ലോക്സഭയിലാണ് ഈ പറഞ്ഞ സാധനം പ്രസന്റ് ചെയ്യുന്നത്. ലോക്സഭയിൽ പ്രസന്റ് ചെയ്തു, അത് അപ്രൂവ് ആയി. രാജ്യസഭയിൽ പ്രസന്റ് ചെയ്തു, അത് അപ്രൂവ് ആയി. പ്രസിഡന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാകും. അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കൺസോളിഡേറ്ററി ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്തുനിന്ന് ക്യാഷ് എടുക്കാം. മനസ്സിലായോ? ഈ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സായാൽ മാത്രമേ കൺസോളിഡേറ്ററി ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്തുനിന്ന് ക്യാഷ് എടുക്കാൻ ഒക്കത്തുള്ളൂ. ഇങ്ങനെയാണ് ഈ സംഭവം ആദ്യം പാസ്സാക്കുന്നത്. അപ്പൊ ഈ അപ്രോപ്രിയേഷൻ ബില്ല് ചെയ്ത് കഴിഞ്ഞു, അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ് ഇവര്? ഫിനാൻഷ്യൽ ബില്ല് പ്രസന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ അതാണ് ഫിനാൻഷ്യൽ ബില്ലിന്റെ കേസ്, ഫിനാൻഷ്യൽ ബില്ലിന്റെ ഡിസ്കഷൻ, അതിന്റെ വോട്ടിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഞാനത് ഇമ്പോർട്ടന്റ് ആയുള്ള സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫിനാൻഷ്യൽ ബില്ലിൽ നമുക്കറിയാം ലോക്സഭയിൽ മാത്രമേ വോട്ടിന് പോകത്തുള്ളൂ, വേറെ ആവശ്യമില്ല. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ എന്ന് പറയുമ്പോൾ അപ്രോപ്രിയേഷൻ ബില്ലും ഫിനാൻഷ്യൽ ബില്ലും ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ബജറ്റിന്റെ ബജറ്റ് എങ്ങനെയാ പാസ്സാകുന്നത് വെച്ചാൽ ഇങ്ങനെയാണ് ബജറ്റ് പാസ്സാക്കുന്നത്. ക്ലിയർ അല്ലേ? തെറ്റിക്കുക എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ആദ്യം പ്രസിഡന്റ് അപ്രൂവൽ വാങ്ങിക്കുക, അത് കഴിഞ്ഞ് ഫിനാൻസ് മിനിസ്ട്രി പറഞ്ഞ ബജറ്റ് ലോക്സഭയുടെ ഫ്ലോറിൽ പ്രസന്റ് ചെയ്യും. അത് കഴിഞ്ഞ് ജനറൽ ഡിസ്കഷൻ ഒരു സ്റ്റെപ്പാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്പോസിംഗ് പാർട്ടിയുടെ ലീഡേഴ്സിന് ഈ പറഞ്ഞ ബജറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് ഇവർ എന്തോ ചെയ്യുന്നത്? ഗ്രാൻഡ്സ് ഓഫ് ഡിമാൻഡ്സ് അല്ലേ? നമ്മൾ ഈ പറഞ്ഞ ഓരോ മിനിസ്ട്രിയും എത്ര ഗ്രാൻഡ് വേണം എന്നാണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഇവർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ കൊടുക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിന്റെ വോട്ടിംഗ് നടത്തും. എന്നിട്ട് അതിന്റെ റിസൾട്ട് വെച്ചിട്ട് ഒരു അപ്രോപ്രിയേഷൻ ബില്ല് പാർലമെന്റിലെ വോട്ടിന് വെക്കും. അത് ലോക്സഭയിലെ പാസ്സാകും, രാജ്യസഭയിലെ പാസ്സാക്കാണ്. പ്രസിഡന്റ് സൈൻ ചെയ്താൽ അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റ് കൺസോളിഡേറ്ററി ഫണ്ട് ഓഫ് ഇന്ത്യക്കകത്തുനിന്ന് ക്യാഷ് എടുക്കാം. ക്ലിയർ അല്ലേ? അത് വേണ്ടിയാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ബില്ല് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബജറ്റിന്റെ സംഭവം. ഇനിയും ഞാൻ ഇച്ചിരി ലെങ്തി ആയിരിക്കും സംഭവം, കാര്യം ഇത്രയും പറയാൻ നമുക്ക് ഒരു രക്ഷയില്ല. നമ്മൾ ആ പറഞ്ഞ എക്കണോമിക്സ് സിലബസിന്റെ പകുതി പോർഷൻ ആണിത്. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തിരിക്കുക. ഇനി അറിയേണ്ടത് ബജറ്റിനകത്ത് രണ്ട് അക്കൗണ്ട്സ് ഉണ്ട്. ബജറ്റിനകത്ത് നമ്മൾ കുറച്ച് പറഞ്ഞ സംഭവം തന്നെയാണിത്. ഇത് എളുപ്പമാണ്, പെട്ടെന്ന് തീരുവേ. ബജറ്റിനകത്ത് രണ്ട് അക്കൗണ്ട്സ് ആണല്ലോ. നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു സംഭവം ഉണ്ട്, നമുക്ക് റവന്യൂ അക്കൗണ്ട് എന്നൊരു സംഭവം ഉണ്ട്. എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, റവന്യൂ അക്കൗണ്ടും ഉണ്ട്. ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഫർദർ ഡിവിഷൻ എന്തായിരിക്കും പറയാമോ? എന്നിട്ട് എന്താ ഈ ഫർദർ ഡിവിഷൻ വരുന്നത്? ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരും, ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരും അല്ലേ? അതുകൊണ്ട് ഇവിടെ എന്ത് വരും? ഇവിടെ എന്തിനു വരുന്നുണ്ട്? ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചറും വരും, റവന്യൂവിന്റെ റെസിപ്റ്റ്സും വരും. നോക്കിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. നമ്മൾ കുറച്ച് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. ഇനിയാണ് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു റവന്യൂ റെസിപ്റ്റ്സിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. തെറ്റിക്കരുത്, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്നൊക്കെ സംഭവം എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നതാണ്. റവന്യൂ റെസിപ്റ്റിനകത്ത് വരുന്നതാണ് ടാക്സും പറഞ്ഞിട്ടുള്ള നോൺ ടാക്സ് റവന്യൂ എന്നൊക്കെയുള്ള സംഭവം ഇവിടെ വരുന്ന സംഭവങ്ങളാണ്. ക്ലിയർ അല്ല? അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബജറ്റിന്റെ അക്കൗണ്ട്സ് ഓഫ് ബജറ്റ്സ് എന്നൊരു സംഭവമാണ്. ബജറ്റിന്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് അക്കൗണ്ട് ആണ് ബജറ്റ് ഉള്ളത് നോക്കിയിരിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, റവന്യൂ അക്കൗണ്ടും ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഫർദർ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റെസിപ്റ്റ് എന്ന് ഡിവൈഡ് ചെയ്യും. റവന്യൂ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ റെസിപ്റ്റ് എന്ന് ഡിവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? നോക്കിയാൽ ബാക്കി എന്ന് പറയുമ്പോൾ ഈ റെസിപ്റ്റ്സിനകത്ത് തന്നെ വെച്ചാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സിനകത്ത് തന്നെ ഡെപ്റ്റ് ക്രിയേറ്റ് ആക്കുന്ന വെച്ചാൽ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്സും ഉണ്ട്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് എന്നുള്ള റെസിപ്റ്റ്സ് ഉണ്ട്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് എന്നുള്ള റെസിപ്റ്റ്സ് ഉണ്ട്. എന്നുവെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സിനകത്ത് തന്നെ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് അകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതല്ല, ക്യാപിറ്റൽ എന്നൊരു സെക്ഷൻ അകത്തേ വരത്തുള്ളത്. എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ഇൻകം ആണെന്നുണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ അകത്തോട്ടാണ് ഈ വരുന്നത്. ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിന് അകത്തോട്ട് വരും. എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്ത് നിന്നൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ ക്യാപിറ്റൽ റെസിപ്റ്റ്സിനകത്ത് ഡെപ്റ്റ് ക്രിയേറ്റിംഗും ഉണ്ട്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗും ഉണ്ട് അല്ലേ? ഡെപ്റ്റ് ക്രിയേറ്റിംഗിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് പോയി എടുക്കുന്ന ലോൺ എന്നുള്ള സംഭവം എന്താണ്? നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അതെല്ലാം എന്താണ്? ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റെസിപ്റ്റ്സ് ആണ്. ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ് ഈ പറഞ്ഞ ലോൺ എന്നുള്ളൊരു സെക്ഷനും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ഒരു സെക്ഷനും.
ക്ലിയർ അല്ലേ? നമുക്ക് ഈ പറഞ്ഞ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള എന്താണ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്സ് എന്തൊക്കെയാണ് പറയാമോ? ഒന്ന് പറയുമ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണിത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ എന്താണ് സംഭവം? നമ്മൾ ഈ പറഞ്ഞ എയർ ഇന്ത്യ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ, എയർ ഇന്ത്യ കൊണ്ട് വിറ്റാൽ എന്ത് കിട്ടുകയാണ്? ഈ പറഞ്ഞ ഇവന് പൈസ കിട്ടും അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് പൈസ കിട്ടും, പക്ഷെ നമ്മുടെ അസറ്റ് കുറഞ്ഞു പോകും. അത് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള റെസിപ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിരുന്ന ലോൺസ് തിരിച്ചു കിട്ടുക, അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള റെസിപ്റ്റ് ആണ്. മനസ്സിലായല്ലോ അല്ലേ? ഇനിയും ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? നമ്മൾ ലോൺസ് അല്ലേ, ലോൺസ്, ഗവൺമെന്റ് ലോൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാര്യം ഗവൺമെന്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിനകത്തു നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് ഇവർ എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്കീംസ് ലോഞ്ച് ചെയ്യുമ്പോൾ പോകുന്ന പൈസ, അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അണ്ടറിൽ വരുന്നതാണ്. കാര്യം അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്കകത്തു നിന്നാണ് ക്യാഷ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഇനിയാണ് എന്ത് നമ്മുടെ റവന്യൂ എന്നൊരു സെക്ഷൻ. ഞാൻ അത് റവന്യൂ എഴുതാൻ കുറച്ച് സ്ഥലങ്ങളാണ് റബ്ബ് ചെയ്യണേ. നോക്കി ഈ പറഞ്ഞ റവന്യൂ അതിന് എന്തൊക്കെ വരും? റവന്യൂവിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്, റവന്യൂവിന്റെ റെസിപ്റ്റ്സും വരും അല്ലേ, റവന്യൂ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്, റവന്യൂവിന്റെ റെസിപ്റ്റ്സും വരുന്നുണ്ട്. ഈ പറഞ്ഞ റവന്യൂ റെസിപ്റ്റ്സിനകത്ത് വരുന്നതാണ് പറഞ്ഞ ടാക്സ് എന്നുള്ള സെക്ഷൻ. ടാക്സും നോൺ ടാക്സ് എന്നുള്ള സെക്ഷനും എന്ത് തന്നെയാണ്? ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ റെസിപ്റ്റിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. നമുക്ക് ഇതിനകത്ത് ഓരോന്നിന്റെ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു നോക്കാം. ഓരോന്നിന്റെ എക്സാമ്പിൾസ് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒന്നെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണത് ഗവൺമെന്റ് എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞാൽ എന്താണത്? അത് റവന്യൂ എക്സ്പെൻഡിച്ചർ അണ്ടറിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒരു സെക്ഷൻ. രണ്ടു തരം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ്? ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ള പറഞ്ഞു ഓർമ്മയുണ്ടോ? എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പൈസ എടുക്കുന്നത്, പക്ഷെ അത് എന്താ സെൻട്രൽ ഗവൺമെന്റ് അല്ല സ്പെൻഡ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ട് അവരാണ് അത് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്നൊരു സംഭവം ഈ പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ അണ്ടറിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ റവന്യൂ എക്സ്പെൻഡിച്ചർ അണ്ടറിൽ വരുന്ന സംഭവമാണിത് ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്നൊരു സംഭവം അല്ലേ. ഇനി നമ്മൾ ഈ പറഞ്ഞ പെൻഷൻ, നമ്മുടെ സാലറി അല്ലേ, പെൻഷന്, സാലറി, നമ്മൾ ഈ പറഞ്ഞ സബ്സിഡീസ്, ഇതൊക്കെ എവിടെ നിന്നാണ്? ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കിന് റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്ന സംഭവങ്ങളാണ് നോക്കുക. അപ്പൊ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന് ഇൻട്രസ്റ്റിന്റെ റീപേയ്മെന്റ് ഒരു സെക്ഷനാണ്. പിന്നെ ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്തുള്ള സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ പെൻഷന്, സാലറി, സബ്സിഡി ഇതൊക്കെ എന്ത് തന്നെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് വരുന്നതാണ്. ഇനിയും റവന്യൂ റെസിപ്റ്റിനകത്തുള്ളതാണ് നമുക്കറിയാം. ടാക്സിനകത്ത് എന്ന് പറയുമ്പോൾ ഡയറക്ട് ടാക്സ് ഉണ്ട്, ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ഞാൻ പറയുന്നില്ല, കാരണം നമുക്കത് വേണമെങ്കിൽ ടാക്സേഷൻ സെക്ഷൻ സെപ്പറേറ്റ് എടുക്കാം. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ് ഓൾറെഡി ഒക്കെ പറഞ്ഞാണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്. എന്നാൽ ഈ പറഞ്ഞ നോൺ ടാക്സ് റവന്യൂവിനകത്ത് എന്തൊക്കെ വരുമെന്ന് അറിഞ്ഞിരിക്കുക. നോൺ ടാക്സ് റവന്യൂവിനകത്ത് എന്തൊക്കെ വരും അറിഞ്ഞിരിക്കുക. നമുക്ക് അറിയാവുന്ന കേസ് എന്ന് പറയുന്നത് ഫീസ് എന്നൊരു സെക്ഷൻ. നമ്മൾ ഈ പറഞ്ഞ SSC അല്ലെങ്കിൽ UPSCക്ക് നമ്മൾ അടയ്ക്കുന്ന ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഈ പറഞ്ഞ നോൺ ടാക്സ് റവന്യൂ ആണ്. ഗവൺമെന്റ് നോൺ ടാക്സ് വഴി കിട്ടുന്ന റവന്യൂ ആണ് ഫീസ് എന്നൊരു സെക്ഷൻ. ഇനി എന്താണ്? നമ്മൾ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എന്തോ ചെയ്യുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ലോൺ കൊടുക്കും അല്ലേ. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത ലോണിൽ നിന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത ലോണിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻഡും എന്ന് പറയുന്നത് നോൺ ടാക്സ് റവന്യൂ ആണ്. ഇനി എന്താണ്? പ്രോഫിറ്റ്, നമ്മൾ ഈ പറഞ്ഞ സെൻട്രൽ പബ്ലിക് സെക്ടറിലുള്ള കമ്പനീസിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ടാക്സിൽ വരുന്ന റവന്യൂ ആണ്. എന്താണ്? പബ്ലിക് സെക്ടറിലുള്ള കമ്പനീസിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ടാക്സ് റവന്യൂവിനകത്ത് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്താണ്? അതർ സർവീസസ് എന്നൊരു സംഭവം നമ്മൾ പറയും. അതർ സർവീസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ സംഭവമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ സെൻട്രൽ ഗവൺമെന്റ് അനിൽ അംബാനിക്ക് വല്ല ഒരു സെക്യൂരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് ഈ പറഞ്ഞിട്ടുള്ള നോൺ ടാക്സ് റവന്യൂവിനകത്ത് വരുന്ന സംഭവമാണ്. കാര്യം അവർ പൈസ കൊടുക്കും. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ എന്താണ്? നോൺ ടാക്സ് റവന്യൂ റെസിപ്റ്റിനകത്ത് വരുന്നതാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബജറ്റിനകത്ത് വരുന്ന രണ്ട് ടൈപ്പ് അക്കൗണ്ട്സ്. എന്തൊക്കെയാണ്? നമുക്ക് റവന്യൂ അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയും ഇത് അറിഞ്ഞിരിക്കണം. ഇനിയാണ് ഇതിന്റെ ഫൈനൽ സെക്ഷൻ ആണ് ഡെഫിസിറ്റ് എന്നൊരു സെക്ഷൻ ആണ്. അതിന്റെ ഇക്വേഷൻസ് കറക്റ്റ് അറിഞ്ഞിരിക്കുക. ഡെഫിസിറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതിന്റെ ഇക്വേഷൻസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിയും. എന്ന് വെച്ചാൽ എക്കണോമിക്സിന്റെ സിലബസിന്റെ രണ്ടാമത്തെ സെക്ഷൻ മൊത്തത്തിൽ കഴിയുകയാണ്. ഓർത്തിരിക്കുക. എന്നിട്ട് നമുക്ക് ഈ വർഷത്തെ ബജറ്റിന്റെ ഒരു സെക്ഷൻ അത് അടുത്തൊരു ക്ലാസ്സിൽ എടുത്തുതരാം. കാര്യം ഇന്റർ ബജറ്റേ വന്നിട്ടുള്ളൂ. അടുത്ത കുറെ സ്കീമൊക്കെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പഠിച്ചിരിക്കണം. അപ്പൊ അതൊന്ന് നോക്കുക. ഇനി നോക്കി എന്താ പറഞ്ഞേ?
ഡെഫിസിറ്റ്. ഫസ്റ്റ് ഡെഫിസിറ്റ് ആണെന്ന് നമ്മുടെ ഞാൻ പറഞ്ഞു റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു സംഭവം. എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്നൊരു സംഭവം? എന്തായി റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ നിന്ന് റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ ഇൻകം റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്നുള്ള സംഭവം. ഇനിയും അടുത്താണെന്ത് നമ്മൾ ഈ പറഞ്ഞ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. ഇതിന്റെ കാര്യം കുറച്ച് പറഞ്ഞത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റിനകത്തുനിന്ന് ഗ്രാൻസ് ഫോർ ദി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് സബ്ട്രാക്ട്. ഞാൻ അതിന്റെ കാര്യം പറഞ്ഞാണ്. കാര്യം ഈ പറഞ്ഞ ഗ്രാൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ജനറലി പറയുമ്പോൾ അസറ്റിന്റെ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് ക്യാപിറ്റൽ അണ്ടറിൽ പോകേണ്ട സംഭവമാണ്. പക്ഷേ ഇവിടെ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് റവന്യൂവിന്റെ സെക്ഷനകത്താണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിന്റെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ റവന്യൂ ഡെഫിസിറ്റിനകത്തുനിന്ന് ഗ്രാൻസ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, എപ്പോഴും ഓർത്തിരിക്കുക ഈ പറഞ്ഞ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റവന്യൂ ഡെഫിസിറ്റ് ആയിരിക്കും. ഓർത്തിരിക്കണേ, എപ്പോഴും എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റവന്യൂ ഡെഫിസിറ്റ് ആണോ എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ല? ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ്. നമ്മൾ ഈ സാധനം കേട്ടുള്ളൂ മിക്കവാറും അല്ലേ? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള സംഭവമാണ് അടുത്തത്. ഇത് ഇത്രയേ ഉള്ളൂ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നുവെച്ചാല് ഗവൺമെന്റ് എത്ര രൂപ കടം വാങ്ങിക്കുന്നു അതിന്റെ കണക്കാണ് ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ്. ഗവൺമെന്റ് എത്ര രൂപ ബോറോ ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കടത്തിന്റെ കണക്കാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. സിംപിളി പറഞ്ഞാൽ അതാണ് സംഭവം. ഗവൺമെന്റ് എത്ര രൂപ ബോറോ ചെയ്യുന്നു എന്നുള്ളതാണ് ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ അകത്ത് വരുന്ന സംഭവം. എന്നുവെച്ചാൽ ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ക്രോർ ആൻഡ് ക്രോസ് ആയി കണക്ക് വരുന്നത്. ഗവൺമെന്റ് പ്രസന്റ് ചെയ്ത് ബജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്ത് നോക്കിയാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എത്രയാണ്? ഗവൺമെന്റ് വേണ്ടത് 1.5 കോടി 1.2 lakh crores ആണ് വിചാരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഗവൺമെന്റ് റവന്യൂവിന്റെ കയ്യിൽ നിന്ന് ഇവർക്ക് എത്ര കിട്ടുന്നുള്ളൂ? ഈ പറഞ്ഞിട്ടുള്ള 1 lakh crore കിട്ടിയുള്ളൂ. ബാക്കി എത്ര രൂപ? ആ ബാക്കിയുള്ള പൈസ ഇവരുടെ എന്തില്ല? ഇല്ല. അതെന്ത് ചെയ്യാനേ ഒക്കത്തുള്ളൂ? അത് ബോറോ ചെയ്യാനേ ഒക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ പൈസ ഇവർ ബോറോ ചെയ്തെടുക്കും. ആ സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള സംഭവം. എന്താണ്? ഗവൺമെന്റ് എത്ര രൂപ കടമെടുക്കുന്നു അതിന്റെ കണക്കാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് പറയാം ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ പറഞ്ഞ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനകത്തുനിന്ന് ഇവര് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റെസിപ്റ്റിനെ സബ്ട്രാക്ട് എത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞിരിക്കും, എഴുതി കാണിക്കാൻ കറക്റ്റ് ആയിട്ട്. എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിനകത്തുനിന്ന് എന്താണ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റിനെ സബ്ട്രാക്ട് ചെയ്യും. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റിനെ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള സംഭവം. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് ബോറോ ചെയ്യുന്ന ക്യാഷിന്റെ എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ വരുന്നത് നമുക്കറിയാം. ഈ പറഞ്ഞ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട് നമുക്കറിയാം. റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്. ജസ്റ്റ് എഴുതി കാണിക്കാം. റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? നമുക്ക് റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ റവന്യൂ റെസിപ്റ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല, അസറ്റിന്റെ ക്രിയേഷൻ ഒന്നും അവന്റെ കയ്യില്ല. അപ്പോൾ അവിടെ അതുപോലെ എഴുതുക. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ പറഞ്ഞ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട് അല്ലെ? നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട് ആണല്ലോ. അപ്പൊ ഇത് രണ്ടും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് അപ്പുറത്ത് എഴുതുന്നത്. അപ്പൊ നോക്കി ഈ പറഞ്ഞ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇത് എത്ര രൂപ ആണ് ഈ പറഞ്ഞ ഗവൺമെന്റ് കടമെടുക്കുന്നതാണ്. ചില ഗവൺമെന്റ് ബോറോ ചെയ്യുന്ന ക്യാഷിന്റെ എമൗണ്ട് ആണ് ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് വരുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള റവന്യൂ റെസിപ്റ്റും നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഇതിനകത്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എന്താണ്? ഗവൺമെന്റ് ബോറോ ചെയ്യുന്നത് എത്ര ആണെന്നുള്ളതാണ്. അത് തന്നെ ഇവിടെ എഴുതിക്കുന്നത് ചില ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നടത്തുന്ന നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്സിനെ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ റവന്യൂനകത്ത് അതൊന്നും ക്രിയേറ്റ് ചെയ്യില്ല, ഡെപ്റ്റ് ഒന്നും ഈ പറഞ്ഞ റവന്യൂ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. അപ്പൊ ഈ പറഞ്ഞ റവന്യൂ റെസിപ്റ്റും ഈ പറഞ്ഞ നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ ബാക്കി കിട്ടുന്നത് എന്താണ്? ഈ പറഞ്ഞ ഈ ക്യാഷ് ആണ് അല്ലേ? അപ്പൊ ഇതുകൊണ്ട് ഓർത്തിരിക്കുക, ഗവൺമെന്റ് എത്ര രൂപ ആണ് ലോണായിട്ട് വാങ്ങിക്കുന്നത് അതിന്റെ എമൗണ്ട് ആണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ്. ഞാൻ അറിയാം, അത് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതേ ഉള്ളൂ. അപ്പൊ അവിടെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് ആ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത് എന്ത് തന്നെയാണ്? എക്സ്പെൻഡിച്ചറിനകത്തുനിന്ന്
നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടേണ്ടത് ബാക്കി ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്സ് ആണ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഗവൺമെന്റ് ബോറോയിങ് എന്നുള്ള സംഭവം. അതാണ് ഈ പറഞ്ഞ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുള്ള സംഭവം കേട്ടോ. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് റെസിപ്റ്റ് എന്നൊരു സംഭവമുണ്ട്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്നൊരു സംഭവമുണ്ട്. ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്നൊരു സംഭവമുണ്ട്. എന്നാലും ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ബജറ്റിനകത്ത് പ്രസന്റ് ചെയ്ത ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ബജറ്റിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ റെസിപ്റ്റ് എന്നാണ്. ഇത് നമുക്ക് ആണെങ്കിൽ എഴുതാം എന്താണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതാം കേട്ടോ, തെറ്റിക്കരുത്. ഇത് മിക്കവാറും എപ്പോഴും എന്താണ് ബജറ്റ് ഡെഫിസിറ്റ് മിക്കവാറും എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും നോക്കിയിരിക്കണം കേട്ടോ. ഇത് ലാസ്റ്റ് ആണ് ഇതിൽ പറഞ്ഞത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡെഫിസിറ്റ് എന്നൊരു സംഭവമാണ് കേട്ടോ. എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് എന്നൊരു സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഇവർ സബ്ട്രാക്ട് ചെയ്യും. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന സംഭവമാണെന്ത് ഈ പറഞ്ഞ പ്രൈമറി ഡെഫിസിറ്റ് എന്നുള്ള സംഭവം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിസിറ്റ്സ് എന്നുള്ള സെക്ഷൻ. ഇതിന്റെ ഇക്വേഷൻ കറക്റ്റ് അറിയാം. ഒന്നുകൂടെ നോക്കാൻ നോക്കി എന്തൊക്കെയാണെന്ന് നോക്കി. ഫസ്റ്റ് എന്താണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്തുനിന്ന് റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ ഇൻകം സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റിന് എന്താ ചെയ്യുന്നത്, റവന്യൂ ഡെഫിസിറ്റിനകത്തും നമ്മൾ ഈ പറഞ്ഞ ഗ്രാൻസ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് സബ്ട്രാക്ട് ചെയ്യും. ഞാൻ റീസൺ ഒക്കെ ഒന്നും പറയുന്നില്ല. ഇനി എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഗവൺമെന്റ് കടം വാങ്ങിച്ചു എന്നുള്ളതാണ് ജനറലൈസ് ചെയ്ത് പറഞ്ഞ സംഭവം. അതിന്റെ ഇക്വേഷൻ എന്താണ് ഈ പറഞ്ഞ ടോട്ടൽ എക്സ്പെൻഡിച്ചറിനകത്തുനിന്ന് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് റെസിപ്റ്റ്സ് സബ്ട്രാക്ട് ചെയ്യുകയാണ്. എന്താണ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് അസറ്റ്സ് സബ്ട്രാക്ട്, എന്താ സംഭവം മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ് ഉണ്ട്. ആ ക്യാപിറ്റൽ റെസിപ്റ്റ്സിനകത്ത് ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഉണ്ട്, നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ പറയാം നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ്സും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ റവന്യൂ റെസിപ്റ്റും ഇതിന് എടുത്ത് കളഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എന്ത് തന്നെയാണ്, എത്ര രൂപ ഇവര് ബോറോ ചെയ്തു എന്നുള്ള സംഭവമാണ്. ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അതാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് സബ്ട്രാക്ട് നമുക്ക് എന്ത് കിട്ടുകയാണ്, പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് സബ്ട്രാക്ട് ചെയ്താൽ പ്രൈമറി ഡെഫിസിറ്റ് കിട്ടും. അതുപോലെ ബജറ്റ് ഡെഫിസിറ്റ് ആണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ബജറ്റിനകത്ത് പ്രസന്റ് സംഭവമാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചറിനകത്തുനിന്ന് ടോട്ടൽ റെസിപ്റ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടുകയാണ്, നമുക്ക് ബജറ്റ് ഡെഫിസിറ്റ് സംഭവം കിട്ടും. അപ്പൊ ഇത്രയുമാണ് ഡെഫിസിറ്റ്സ് എന്നൊരു സെക്ഷൻ. ഇതോടെ കൂടി ബജറ്റ് എന്നൊരു സെക്ഷൻ കഴിയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മാക്രോ എക്കോണമിക് പോളിസീസ് എന്നൊരു സെക്ഷൻ അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടില്ല സിലബസിനകത്ത്, പക്ഷേ ഈ ടൈറ്റിൽ അതിനകത്തില്ല. പക്ഷെ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണ്, RBIക്കകത്തുനിന്ന് മോണിറ്ററി പോളിസി പഠിക്കുക, സെൻട്രൽ ഗവൺമെന്റ് സെക്ഷൻ ഫിസിക്കൽ പോളിസി എന്താണ് പഠിക്കുക, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പഠിക്കുക. അതിൻ്റെ അകത്തുനിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ബജറ്റിന്റെ സെക്ഷൻ പഠിക്കേണ്ടത്. ടാക്സ് എന്നൊരു സെക്ഷൻ ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് സെപ്പറേറ്റ് തരാം. കാര്യം ഈ പറഞ്ഞ ടാക്സ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ടാക്സിന്റെ സെക്ഷൻ എടുക്കാം. GS നമ്മൾ ഓൾറെഡി 6ൽ എടുത്താണ് കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബജറ്റിന്റെ സെക്ഷൻ. ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. കാര്യം ഇത്രയും ഡീറ്റെയിൽ എടുക്കാൻ കാര്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഒരു സംഭവം വെച്ചിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, നിങ്ങളൊന്ന് എഴുതിയെടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ +2 ടെക്സ്റ്റ് ബുക്ക് വായിക്കുക കേട്ടോ, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടുകയാണ്, ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.